Bharathiar University STE BA English Second Year ഇംഗ്ലീഷിലെ യൂണിറ്റ് 4 1 ആക്ട് പ്ലേസിലെ ലെസൺ 3 ഫോറം ബൈ വില്യം ഷേക്സ്പിയർ. പ്രീ റീഡിംഗ് വർക്ക് ഇൻ പെയേഴ്സ്. Students can be divided two in a group. One can take the role of Brutus and the other Antony. Enact the scene and enjoy the play. സ്റ്റുഡൻസ് രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് ഒരാൾ ബ്രൂട്ടസിൻ്റെ റോളും ഒരാൾ ആൻ്റണിയുടെ റോളും എടുക്കാനാണ് പറയുന്നത്. രംഗം അവതരിപ്പിച്ചുകൊണ്ട് പ്ലേ എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക. ഇനാക്റ്റ് മീനിങ് അവതരിപ്പിക്കുക. ഷെയർ ഇൻ ക്ലാസ്. ഹാവ് യു എവർ ബീൻ ചീറ്റഡ് ബൈ യുവർ ഫ്രണ്ട്? ഇഫ് ഹാപ്പൻ ഷെയർ യുവർ ഫീലിങ്സ്. നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരനാൽ അല്ലെങ്കിൽ കൂട്ടുകാരിയാൽ വഞ്ചിതരായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാൻ. ഒബ്ജക്റ്റീവ്സ്: ടു മോട്ടിവേറ്റ് റീഡേഴ്സ് ടു ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ത്രൂ ലിറ്റററി ടെക്സ്റ്റ്. ലിറ്റററി ടെക്സ്റ്റിലൂടെ, സാഹിത്യ പാഠങ്ങളിലൂടെ റീഡേഴ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നതിന്. ഓതേഴ്സ് ബയോഗ്രഫി. ഇവിടെ ഓതർ വില്യം ഷേക്സ്പിയർ ആണ്. അപ്പോൾ ഷേക്സ്പിയറുടെ ഒരു രേഖാചിത്രം കൊടുത്തിട്ടുണ്ട്. വില്യം ഷേക്സ്പിയർ, baptized 26 April 1564 to 23 April 1616, was an English poet and playwright, widely regarded as the greatest writer in the English language and the world's preeminent dramatist. He is often called as England's national poet and the Bard of Avon, or simply the Bard. His surviving works consist of 38 plays, 154 sonnets, 2 long narrative poems, and several other poems. His plays have been translated into every major living language and are performed more often than those of any other playwright. വില്യം ഷേക്സ്പിയർ, അദ്ദേഹം മാമോദീസ സ്വീകരിച്ചത് 1564 ഏപ്രിൽ 26-നാണ്. അദ്ദേഹം മരിച്ചത് 1616 ഏപ്രിൽ 23-നാണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്, പ്ലേറൈറ്റാണ്, ഇംഗ്ലീഷ് കവിയാണ്, നാടകകൃത്താണ്. ഇംഗ്ലീഷ് ഭാഷയിലെ മികച്ച എഴുത്തുകാരനും ലോകത്തെ പ്രമുഖ നാടക പ്രവർത്തകനായും പരക്കെ അറിയപ്പെടുന്നു. അദ്ദേഹത്തെ ഇംഗ്ലണ്ടിൻ്റെ നാഷണൽ പോയറ്റായും ബാർഡ് ഓഫ് അവോൺ, സിംപ്ലി ദ ബാർഡ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ബാർഡ് വേർഡ് മീനിങ് ആസ്ഥാന ഗായകൻ. അദ്ദേഹത്തിന് ഇപ്പോൾ നിലനിൽക്കുന്ന വർക്ക്സ് 38 പ്ലേകൾ, 38 ഡ്രാമകൾ, 154 സോണറ്റ്സ്, 2 ലോങ് നറേറ്റീവ് ആയിട്ടുള്ള പോയംസ് ആൻഡ് ഒരുപാട് വേറെ പോയംസ്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ഇപ്പോൾ ഉള്ളതിലുള്ള ഒരുപാട് മേജർ ആയിട്ടുള്ള ലാംഗ്വേജസിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, വിവർത്തനം ചെയ്തിട്ടുണ്ട്. മറ്റേതൊരു നാടകകൃത്തിനേക്കാളും കൂടുതൽ തവണ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഷേക്സ്പിയർ വാസ് ബോൺ ആൻഡ് റൈസ്ഡ് ഇൻ സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ അവോൺ. At the age of 18, he married Anne Hathaway, who bore him 3 children, Susanna and twins Hamnet and Judith. Between 1585 and 1592, he began a successful career in London as an actor, writer, and part owner of the playing company The Lord Chamberlain's Men, later known as the King's Men. He appears to have retired to Stratford around 1613, where he died 3 years later. Few records of Shakespeare's private life survive, and there has been considerable speculation about such matters as his sexuality, religious beliefs, and whether the works attributed to him were written by others. അപ്പോൾ ഷേക്സ്പിയർ ജനിച്ചതും വളർന്നതുമൊക്കെ സ്ട്രാറ്റ്ഫോർഡിലുള്ള അവോണിലാണ്. അതായത് 18 വയസ്സായ സമയത്ത് അന്നെ ഹത്തവേയെ മാരേജ് ചെയ്തു. അവർ അദ്ദേഹത്തിൻ്റെ 3 മക്കളെ പ്രസവിച്ചു. സൂസന്ന ആൻഡ് ട്വിൻസാണ്, ഹാംനെറ്റ് ആൻഡ് ജുദിത്ത്.
1585 1592 ഇടയിലായിട്ട് അദ്ദേഹത്തിൻ്റെ സക്സസ്ഫുൾ കരിയർ ലണ്ടനിൽ വെച്ച് ആരംഭിക്കുകയും അവിടെ ആക്ടർ, റൈറ്റർ, പാർട്ട് ഓണർ ഓഫ് ദ പ്ലേയിങ് കമ്പനി ദ ലോർഡ് ചാമ്പർലാൻസ് മാൻ എന്ന പേരിലുള്ള ഒരു പ്ലേയിങ് കമ്പനിയുടെ പാർട്ട് ഓണറായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ കരിയർ പോയിക്കൊണ്ടിരുന്നു. ഈ ലോർഡ് ചാമ്പർലാൻസ് മെന്നെ പിന്നീട് കിങ്സ് മെൻ എന്ന പേരിൽ അറിയപ്പെട്ടു. 1613 അദ്ദേഹം സ്ട്രാറ്റ്ഫോർഡിലേക്ക് പിന്നീട് മാറി. അവിടെ വെച്ച് അങ്ങനെ മാറിയതിന് ശേഷം 3 വർഷത്തിന് ശേഷം അദ്ദേഹം മരിച്ചു. ഷേക്സ്പിയറിൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ പ്രൈവറ്റ് ലൈഫിൻ്റെ ചില റെക്കോർഡ്സ്, ചില രേഖകൾ സർവൈവ് ചെയ്യുന്നു, നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ സെക്ഷുവാലിറ്റി, മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ, അദ്ദേഹത്തിന് ആരോപിക്കപ്പെടുന്ന കൃതികൾ അദ്ദേഹം തന്നെ എഴുതിയതാണോ അതോ മറ്റാരെങ്കിലും എഴുതിയതാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കാര്യമായ ഊഹാപോഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്പെക്കുലേഷൻ വേർഡ് മീനിങ് ഊഹക്കച്ചവടം. അട്രിബ്യൂട്ടഡ് വേർഡ് മീനിങ് ആരോപിക്കപ്പെട്ടു. Shakespeare produced most of his known works between 1590 and 1613. His early plays were mainly comedies and histories, genres he raised to the peak of sophistication and artistry by the end of the 16th century. Next, he wrote mainly tragedies until about 1608, including Hamlet, King Lear and Macbeth, considered some of the finest examples in the English language. In his last phase, he wrote tragi-comedies and collaborated with other playwrights. Many of his plays were published in editions of varying quality and accuracy during his lifetime, and in 1623, 2 of his former theatrical colleagues published the first folio, a collected edition of his dramatic works that included all but 2 of the plays now recognized as Shakespeare's. ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന വർക്ക്സ് അധികവും പ്രൊഡ്യൂസ് ഉണ്ടാക്കിയത് 1590 1613 ഇടയിലാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്ന പ്ലേസ്, നാടകങ്ങൾ അധികം കോമഡി, ഹിസ്റ്ററി ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലേസിൻ്റെ ജനർ എന്ന് വെച്ചാൽ വിഭാഗം. 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ അദ്ദേഹം സോഫിസ്റ്റിക്കേഷൻ ആൻഡ് ആർട്ടിസ്ട്രി അതിൻ്റെ കൊടുമുടിയിലേക്ക് ഉയർത്തി. സോഫിസ്റ്റിക്കേഷൻ സങ്കീർണത, ആർട്ടിസ്ട്രി കലാവൈഭവം. പിന്നീട് 1608 അദ്ദേഹം ട്രാജഡി ദുരന്തങ്ങളിലാണ് ഫോക്കസ് ചെയ്തത്. അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹാംലെറ്റ്, കിങ് ലിയർ ആൻഡ് മാക്ബത്ത്. ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള ഷേക്സ്പിയറിന്റെ പ്ലേസ് ആണ്. ഇതൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഫൈനസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. ഫൈനസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും മികച്ചത്. അദ്ദേഹം ലാസ്റ്റ് തലത്തിൽ ട്രാജി കോമഡീസ്, ദുരന്തവുമാണ് കോമഡി ആയിട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ കൊളാബറേറ്റഡ് വിത്ത് അതർ പ്ലേ റൈറ്റ്സ്, മറ്റ് നാടകകൃത്തുക്കളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് എഴുതിയിരുന്നത്. കൊളാബറേഷൻ, സഹകരണം. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ പല നാടകങ്ങളും വ്യത്യസ്ത നിലവാരത്തിലും കൃത്യതയിലും പതിപ്പുകളിൽ പ്രസിദ്ധീകരിച്ചു. 1623 അദ്ദേഹത്തിൻ്റെ മുൻ നാടക സഹപ്രവർത്തകർ നാടകകൃതികളുടെ ഒരു സമാഹാരമായ ഫസ്റ്റ് ഫോളിയോ പ്രസിദ്ധീകരിച്ചു. കൊലീഗ്സ് വേർഡ് മീനിങ് സഹപ്രവർത്തകർ. എന്നാൽ ഇപ്പോൾ 2 നാടകങ്ങൾ മാത്രമാണ് ഷേക്സ്പിയറിൻ്റെതായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. റെക്കഗ്നൈസ്ഡ്, തിരിച്ചറിഞ്ഞു. Shakespeare was a respected poet and playwright in his own day, but his reputation did not rise to its present heights until the 19th century. The Romantics, in particular, acclaimed Shakespeare's genius, and the Victorians hero-worshipped Shakespeare with a reverence that George Bernard Shaw called Bardolatry. In the 20th century, his work was repeatedly adopted and rediscovered by new movements in scholarships and performance. His plays remain highly popular today and are consistently performed and
reinterpreted in diverse cultural and political context throughout the world. ഷേക്സ്പിയർ തൻ്റെ കാലത്ത് ആദരണീയനായ കവിയും നാടകകൃത്തുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി 19-ാം നൂറ്റാണ്ട് വരെ ഇന്നത്തെ ഉയരത്തിലേക്ക് ഉയർന്നില്ല. റെപ്യൂട്ടേഷൻ, മതിപ്പ്, പ്രശസ്തി. പ്രത്യേകിച്ച് റോമാക്കാർ ഷേക്സ്പിയറുടെ പ്രതിഭയെ പ്രശംസിച്ചു. വിക്ടോറിയക്കാർ ഷേക്സ്പിയറെ ബഹുമാനത്തോടെ ആരാധിച്ചു. ജോർജ് ബെർണാഡ് ഷാ ബാർഡോലാട്രി എന്ന് വിളിച്ചു. വിത്ത് റെവറൻസ്, ബഹുമാനത്തോടെ. 20-ാം നൂറ്റാണ്ടിൽ സ്കോളർഷിപ്പിലും പെർഫോമൻസിലും പ്രകടനത്തിലും പുതിയ ചലനങ്ങളാൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ വീണ്ടും ആവർത്തിച്ച് സ്വീകരിക്കുകയും വീണ്ടും കണ്ടെത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ഇന്നും ജനപ്രിയമായി തുടരുകയും ലോകമെമ്പാടുമുള്ള വൈവിധ്യമാർന്ന സാംസ്കാരിക രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ സ്ഥിരമായി അവതരിപ്പിക്കുകയും പുനർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്നു. റീഇൻറ്റർപ്രറ്റഡ് വേർഡ് മീനിങ് പുനർവ്യാഖ്യാനം ചെയ്തു. ഡൈവേഴ്സ്, വൈവിധ്യമാർന്ന. കോണ്ടെക്സ്റ്റ്, സന്ദർഭങ്ങൾ. ടെക്സ്റ്റ്, ദ ഫോറം. എൻ്റർ ബ്രൂട്ടസ് ആൻഡ് കാസിയസ് ആൻഡ് എ ത്രോങ് ഓഫ് സിറ്റിസൺസ്. ബ്രൂട്ടസ്, കാസിയസ്, ഇതാണ് നമ്മുടെ ക്യാരക്ടേഴ്സ്. ആൻഡ് എ ത്രോങ് ഓഫ് സിറ്റിസൺസ്. ത്രോങ് ജനക്കൂട്ടം, സിറ്റിസൺസ് പൗരന്മാർ. അപ്പോൾ പൗരന്മാരുടെ ഒരു കൂട്ടം. ഇവർ എൻ്റർ ചെയ്യുന്നു, കടന്നു വരുന്നു. സിറ്റിസൺസ്. വി വിൽ ബി സാറ്റിസ്ഫൈഡ്. ലെറ്റ് us ബി സാറ്റിസ്ഫൈഡ്. വി വിൽ ബി സാറ്റിസ്ഫൈഡ്. ഞങ്ങൾ തൃപ്തരാകും. ഞങ്ങളെ തൃപ്തരാകാൻ അനുവദിക്കൂ. ലെറ്റ് us ബി സാറ്റിസ്ഫൈഡ്. ബ്രൂട്ടസ്. ദെൻ ഫോളോ മീ ആൻഡ് ഗിവ് മീ ഓഡിയൻസ്, ഫ്രണ്ട്സ്. കാസിയസ്. ഗോ യു ഇൻ ടു ദ അതർ സ്ട്രീറ്റ് and part the numbers. Those that will hear me speak, let am stay here. Those that will follow Cassius, go with him. And public reasons shall be rendered of Caesar's death. Then follow me. എങ്കിൽ എന്നെ ഫോളോ ചെയ്യൂ, എന്നെ പിന്തുടരൂ. ആൻഡ് ഗിവ് മീ ഓഡിയൻസ്. എനിക്ക് പ്രേക്ഷകരെ തരൂ. ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെ. കാസിയസ്. ഗോ യു ഇൻ ടു ദ അതർ സ്ട്രീറ്റ്. നിങ്ങൾ മറ്റൊരു സ്ട്രീറ്റിലേക്ക് പോവുക, നിങ്ങൾ മറ്റൊരു തെരുവിലേക്ക് പോകുക. ആൻഡ് പാർട്ട് ദ നമ്പേഴ്സ്. സംഖ്യകൾ ഭാഗികമാക്കുക. ദോസ് ദാറ്റ് വിൽ ഹിയർ മീ സ്പീക്ക്, ലെറ്റ് ആം സ്റ്റേ ഹിയർ. എൻ്റെ സംസാരം കേൾക്കുന്നവർ ഇവിടെ നിൽക്കട്ടെ. ദോസ് ദാറ്റ് വിൽ ഫോളോ കാഷ്യസ്, ഗോ വിത്ത് ഹിം. കാഷ്യസിനെ ഫോളോ ചെയ്യുന്നവർ, പിന്തുടരുന്നവർ അവനോടൊപ്പം പോവുക. ആൻഡ് പബ്ലിക് റീസൺസ് ഷാൾ ബി റെൻഡേർഡ്. പൊതു കാരണങ്ങളും നൽകേണ്ടതാണ്. ഓഫ് സീസേഴ്സ് ഡെത്ത്. സീസറിൻ്റെ ഡെത്തിന്, മരണത്തിന്. ഫസ്റ്റ് സിറ്റിസൺ, ആദ്യത്തെ പൗരൻ. ഐ വിൽ ഹിയർ ബ്രൂട്ടസ് സ്പീക്ക്. ഞാൻ ബ്രൂട്ടസ് പറയുന്നത് കേൾക്കും. സെക്കൻഡ് സിറ്റിസൺ. I will hear Cassius and compare their reasons when severally we hear them rendered. സെക്കൻഡ് സിറ്റിസൺ പറയുന്നത് ഞാൻ കാഷ്യസിനെ കേൾക്കും, എന്നിട്ട് അവരുടെ റീസണുകൾ, അവരുടെ കാരണങ്ങളെ കമ്പയർ ചെയ്യും, താരതമ്യപ്പെടുത്തും. അത് പലതവണ അവതരിപ്പിക്കുന്നത് നാം കേൾക്കുമ്പോൾ. എക്സിസ്റ്റ് കാഷ്യസ് വിത്ത് സം ഓഫ് ദ സിറ്റിസൺസ്, ബ്രൂട്ടസ് ഗോസ് ഇൻ ടു ദ പൾപിറ്റ്. കുറച്ച് ആളുകളുമായിട്ട് കാഷ്യസ് എക്സിറ്റ് ആവുന്നു, പോകുന്നു. ബ്രൂട്ടസ് പൾപിറ്റിലേക്ക് പോകുന്നു. പൾപിറ്റ്, പ്രസംഗവേദി. തേർഡ് സിറ്റിസൺ. ദ നോബിൾ ബ്രൂട്ടസ് ഈസ് അസെൻറ്റഡ്, സൈലൻസ്. കുലീനനായ ബ്രൂട്ടസ് ആരോഹണം ചെയ്തു, മിണ്ടാതിരിക്കുക. നോബിൾ കുലീനൻ അസെൻറ്റഡ്, ആരോഹണം ചെയ്തു. ബ്രൂട്ടസ്. ബി പേഷ്യൻറ്റ് ടിൽ ദ ലാസ്റ്റ്. അവസാനം വരെ ക്ഷമയോടെ ഇരിക്കുക. Romans, countrymen and lovers, hear me for my cause, and be silent, that you may hear. Believe me for mine honor, and have respect to mine honor, that you may believe. Censure me in your wisdom, and awake your senses, that you may the better judge. റോമാക്കാരെ, നാട്ടുകാരെ, പ്രേമികളെ, എൻ്റെ കോസിനായി, എൻ്റെ കാരണത്തിനായി ഞാൻ പറയുന്നത് കേൾക്കണമേ. ആൻഡ് ബി സൈലൻറ്റ്.
സൈലന്റ് ആയിരിക്കുക, നിശബ്ദരായിരിക്കുക. ദാറ്റ് യു മേ ഹിയർ, നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി. ബിലീവ് മീ, എന്നെ വിശ്വസിക്കുക. ഫോർ മൈ ഹോണർ, എൻ്റെ ബഹുമാനത്തിനായി. ആൻഡ് ഹാവ് റെസ്പെക്ട് ടു മൈ ഹോണർ, എൻ്റെ ഹോണറിനെ, എൻ്റെ ബഹുമാനത്തെ റെസ്പെക്റ്റ് ചെയ്യുക, ബഹുമാനിക്കുക. ദാറ്റ് യു മേ ബിലീവ്, നിങ്ങൾ വിശ്വസിക്കുവാൻ വേണ്ടി. സെൻസർ മീ ഇൻ യോർ വിസ്ഡം, നിന്റെ ജ്ഞാനത്തിൽ എന്നെ കുറ്റപ്പെടുത്തുക. സെൻസർ, കുറ്റപ്പെടുത്തുക. ആൻഡ് എവേക്ക് യോർ സെൻസസ്, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ഉണർത്തുക. ദാറ്റ് യു മേ ദ ബെറ്റർ ജഡ്ജ്, നിങ്ങൾ മികച്ച വിധികർത്താവാൻ വേണ്ടി. If there be any in this assembly, any dear friend of Caesar's, to him I say that Brutus' love to Caesar was no less than his. If then that friend demand why Brutus rose against Caesar, this is my answer. Not that I loved Caesar less, but that I loved Rome more. Had you rather Caesar were living and die all slaves, than that Caesar were dead, to live all free men? As Caesar loved me, I weep for him. As he was fortunate, I rejoice at it. As he was valiant, I honor him. But as he was ambitious, I slew him. There is tears for his love, joy of his fortune, honor for his valor, and death for his ambition. Who is here to base that would be a bondman? If any speak, for him have I offended. Who is here so rude that would not be a Roman? If any speak, for him have I offended. Who is here so vile that will not love his country? If any speak, for him have I offended. I pause for a reply. അപ്പോൾ ഇഫ് ദർ ബി എനി ഇൻ ദിസ് അസംബ്ലി, ഈ അസംബ്ലിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എനി ഡിയർ ഫ്രണ്ട് ഓഫ് സീസേഴ്സ്, സീസറിൻ്റെ ഏതെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്ത് ഉണ്ടെങ്കിൽ, ടു ഹിം ഐ സേ, അവനോട് ഞാൻ പറയുന്നു, ദാറ്റ് ബ്രൂട്ടസ് ലവ് ടു സീസർ വാസ് നോ ലെസ് ദാൻ ഹിസ്, സീസറിനോടുള്ള ബ്രൂട്ടസിൻ്റെ സ്നേഹം അവനേക്കാൾ കുറവായിരുന്നില്ല. ഇഫ് ദെൻ ദാറ്റ് ഫ്രണ്ട് ഡിമാൻഡ് വൈ ബ്രൂട്ടസ് റോസ് എഗെയിൻസ്റ്റ് സീസർ, അങ്ങനെയെങ്കിൽ എന്തിനാണ് ബ്രൂട്ടസ് സീസറിനെതിരെ എഴുന്നേറ്റത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ദിസ് ഈസ് മൈ ആൻസർ, ഇതാണ് എൻ്റെ ഉത്തരം. നോട്ട് ദാറ്റ് ഐ ലവ്ഡ് സീസർ ലെസ്, ഞാൻ സീസറിനെ കുറച്ച് സ്നേഹിച്ചു എന്നതുകൊണ്ടല്ല, അതായത് എനിക്ക് സീസറിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല. ബട്ട് ദാറ്റ് ഐ ലവ്ഡ് റോം മോർ, അതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ റോമിനെ കൂടുതലായി സ്നേഹിച്ചത് കൊണ്ടാണ്. ഹാഡ് യു റാദർ സീസർ വർ ലിവിങ് ആൻഡ് ഡൈ ഓൾ സ്ലേവ്സ്, ഹാഡ് യു റാദർ പകരം നിങ്ങളായിരുന്നുവെങ്കിൽ സീസർ എല്ലാ അടിമകളായി ജീവിക്കുകയും മരിക്കുകയും ചെയ്തു. ദാൻ ദാറ്റ് സീസർ വേർ ഡെഡ്, സീസർ മരിച്ചതിനേക്കാൾ, ടു ലിവ് ഓൾ ഫ്രീ മെൻ, എല്ലാ സ്വതന്ത്ര മനുഷ്യരും ജീവിക്കാൻ. ആസ് സീസർ ലവ്ഡ് മീ, സീസർ എന്നെ സ്നേഹിച്ചതുപോലെ, ഐ വീപ്പ് ഫോർ ഹിം, ഞാൻ അവനു വേണ്ടി കരയുന്നു. വീപ്പ് മീനിങ് കരയുന്നു. ആസ് ഹി വാസ് ഫോർച്ചുനേറ്റ്, അവൻ ഭാഗ്യവാനായിരുന്നു. ഫോർച്ചുനേറ്റ് ഭാഗ്യവാൻ. ഐ റിജോയ്സ് അറ്റ് ഇറ്റ്, ഞാൻ അതിൽ സന്തോഷിക്കുന്നു. റിജോയ്സ് സന്തോഷം. ആസ് ഹി വാസ് വാലിയൻറ്റ്, അവൻ ധീരനായിരുന്നു. വാലിയൻറ്റ് ധീരൻ. ഐ ഹോണർ ഹിം, ഞാൻ അവനെ ബഹുമാനിക്കുന്നു. ബട്ട് പക്ഷേ, ആസ് ഹി വാസ് അംബീഷ്യസ്, അവൻ അതിമോഹമായിരുന്നു. അംബീഷ്യസ് അതിമോഹം. ഐ സ്ലൂ ഹിം, ഞാൻ അവനെ കൊന്നു. സ്ലൂ കൊന്നു. ദർ ഈസ് ടിയേഴ്സ് ഫോർ ഹിസ് ലവ്, അവൻ്റെ സ്നേഹത്തിന് കണ്ണുനീരുണ്ട്. ജോയ് ഫോർ ഹിസ് ഫോർച്യൂൺ, അവൻ്റെ ഭാഗ്യത്തിന്. ഹോണർ ഫോർ ഹിസ് വാലർ, ജോയ് ഫോർ ഹിസ് ഫോർച്യൂൺ, അവൻ്റെ ഭാഗ്യത്തിന് ജോയ് ഉണ്ട്, സന്തോഷമുണ്ട്. ഹോണർ ഫോർ ഹിസ് വാലർ, അവൻ്റെ വീര്യത്തിന് ബഹുമാനമുണ്ട്. വാല്യോർ വീര്യം.
ആൻഡ് ഡെത്ത് ഫോർ ഹിസ് അംബിഷൻ, അവൻ്റെ അതിമോഹത്തിന് മരണമുണ്ട്. ഹൂ ഈസ് ഹിയർ സോ ബേസ് ദാറ്റ് വുഡ് ബി എ ബോണ്ട് മാൻ, ആരാണിവിടെ അടിമയായിരിക്കാൻ ഇത്ര അധമനായിരിക്കുന്നത്? ബോണ്ട്മാൻ അടിമ, ബേസ് എന്നുള്ളത് അടിത്തട്ടിൽ അത്ര അതപ്പതിച്ചത്, അധമൻ എന്നൊക്കെയാണ്. ഇഫ് എനി ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്പീക്ക് സംസാരിക്കുക, ഫോർ ഹിം ഹാവ് ഐ ഒഫൻഡഡ്, അവന് ഞാൻ കുറ്റം ചെയ്തവനാണ്, ഞാൻ പാപിയാണ്. ഒഫൻഡഡ് കുറ്റം ചെയ്തവൻ, പാപം ചെയ്തവൻ, ദ്രോഹിച്ചവൻ, അങ്ങനെയൊക്കെ. ഹൂ ഈസ് ഹിയർ സോ റൂഡ് ദാറ്റ് വുഡ് നോട്ട് ബി എ റോമൻ, ഒരു റോമൻ ആകാത്ത വിധം റൂഡായിട്ടുള്ളത് ഇവിടെ ആരാണ്? ഇഫ് എനി ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്പീക്ക് സംസാരിക്കുക, ഫോർ ഹിം ഹാവ് ഐ ഒഫൻഡഡ്, അവന് വേണ്ടി ഞാൻ പാപം ചെയ്തവനാണ്. ഹൂ ഈസ് ഹിയർ സോ വൈൽ ദാറ്റ് വിൽ നോട്ട് ലവ് ഹിസ് കൺട്രി, തൻ്റെ രാജ്യത്തെ സ്നേഹിക്കാത്ത നികൃഷ്ടരായി ആരാണ് ഇവിടെയുള്ളത്? വൈൽ നീചമായ, നികൃഷ്ടമായ. ഇഫ് എനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്പീക്ക് സംസാരിക്കൂ, ഫോർ ഹിം ഹാവ് ഐ ഒഫൻഡഡ്, അവന് വേണ്ടി ഞാൻ പാപിയാണ്, ഞാൻ കുറ്റം ചെയ്തവനാണ്. ഐ പോസ് ഫോർ എ റിപ്ലൈ, ഞാനൊരു മറുപടിക്കായി നിർത്തുന്നു. ഓൾ, നൺ ബ്രൂട്ടസ് നൺ, ഒന്നുമില്ല, ഇല്ല ബ്രൂട്ടസ് ഇല്ല. ബ്രൂട്ടസ്, then none have I offended. I have done no more to Caesar than you shall do to Brutus. The question of his death is enrolled in the Capitol, his glory not extenuated, wherein he was worthy, nor his offences enforced, for which he suffered death. Then none have I offended. അപ്പോൾ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഐ ഹാവ് ഡൺ നോ മോർ ടു സീസർ ദാൻ യു ഷാൾ ഡു ടു ബ്രൂട്ടസ്. നിങ്ങൾ ബ്രൂട്ടസിനോട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ സീസറിനോട് ഒന്നും അധികമായി ചെയ്തിട്ടില്ല. ദ ക്വസ്റ്റ്യൻ ഓഫ് ഹിസ് ഡെത്ത് ഈസ് എൻറോൾഡ് ഇൻ ദ ക്യാപിറ്റോൾ. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ചോദ്യം ക്യാപിറ്റലിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിസ് ഗ്ലോറി നോട്ട് എക്സ്റ്റനേറ്റഡ്, അവൻ്റെ മഹത്വം കുറഞ്ഞിട്ടില്ല. എക്സ്റ്റനേറ്റഡ് വേർഡ് മീനിങ് ഇല്ലാതാക്കി, ഇല്ലാതാവുക, ഇല്ലാതായി. വേറിൻ ഹി വാസ് വർത്തി, അവൻ അതിൽ യോഗ്യനായിരുന്നു. വേറിൻ അതിൽ, വർത്തി യോഗ്യൻ. നോർ ഹിസ് ഒഫൻസസ് എൻഫോഴ്സ്ഡ്, അവൻ്റെ കുറ്റങ്ങൾ നടപ്പാക്കിയില്ല. ഒഫൻസസ് കുറ്റങ്ങൾ, എൻഫോഴ്സ്ഡ് നടപ്പാക്കി. ഫോർ വിച്ച് ഹി സഫേർഡ് ഡെത്ത്, അതിനായി അവൻ മരണം അനുഭവിച്ചു. എൻറ്റർ അന്റോണി ആൻഡ് അതേഴ്സ് വിത്ത് സീസേഴ്സ് ബോഡി, അന്റോണിയും മറ്റുള്ളവരും അവിടേക്ക് കടന്നു വരികയാണ്. വിത്ത് സീസേഴ്സ് ബോഡി, സീസറിൻ്റെ ഡെഡ് ബോഡിയുമായിട്ട് കടന്നു വരികയാണ്. ഹിയർ കംസ് ഹിസ് ബോഡി മൗണ്ട് ബൈ മാർക്ക് ആന്റോണി, ഹു തോ he had no hand in his death, shall receive the benefit of his dying, a place in the commonwealth, as which of you shall not? With this I depart, that as I slew my best lover for the good of Rome, I have the same dagger for myself, when it shall please my country to need my death. അപ്പോൾ ഹിയർ കംസ് ഹിസ് ബോഡി, അവൻ്റെ ബോഡി ഇതാ വരുന്നു. മൗണ്ട് ബൈ മാർക്ക് ആൻ്റണി, മാർക്ക് ആൻ്റണി അല്ലെങ്കിൽ മാർക്ക് അന്റോണി മൗണ്ട് ചെയ്തു, അനുശോചിച്ചു. ഹു തോ ഹി ഹാഡ് നോ ഹാൻഡ് ഇൻ ഹിസ് ഡെത്ത്, അവൻ്റെ മരണത്തിൽ ഒരു പങ്കുമില്ലെങ്കിലും ഷാൾ റിസീവ് ദ ബെനഫിറ്റ് ഓഫ് ഹിസ് ഡൈയിങ്, അവൻ്റെ മരണത്തിൻ്റെ ബെനഫിറ്റ്, പ്രയോജനം റിസീവ് ചെയ്യും, ലഭിക്കും. എ പ്ലേസ് ഇൻ ദ കോമൺവെൽത്ത്, കോമൺവെൽത്തിലെ ഒരു സ്ഥാനം. ആസ് വിച്ച് ഓഫ് യു ഷാൾ നോട്ട്, നിങ്ങളിൽ ആരും ചെയ്യാത്തത്. വിത്ത് ദിസ് ഐ ഡിപ്പാർട്ട്, ഇതോടെ ഞാൻ പോകുന്നു. ഡിപ്പാർട്ട് പുറപ്പെടുക, പോവുക. ദാറ്റ് ആസ് ഐ സ്ലീവ് മൈ ബെസ്റ്റ് ലവർ ഫോർ ദ ഗുഡ് ഓഫ് റോം,
റോമിൻ്റെ നന്മയ്ക്കായി ഞാൻ എൻ്റെ ഏറ്റവും നല്ല ലവറെ, കാമുകനെ അല്ലെങ്കിൽ കാമുകിയെ കൊന്നതുപോലെ. ഐ ഹാവ് ദ സെയിം ഡാഗർ ഫോർ മൈ സെൽഫ്. എനിക്ക് വേണ്ടിയും അതേ ഡാഗർ ഉണ്ട്, അതേ കടാരയുണ്ട്. വെൻ ഇറ്റ് ഷാൾ പ്ലേസ് മൈ കൺട്രി ടു നീഡ് മൈ ഡെത്ത്. എൻ്റെ മരണം എൻ്റെ രാജ്യത്തിന് ആവശ്യമുള്ളപ്പോൾ. ഓൾ ലിവ് ബ്രൂട്ടസ്, ലിവ് ലിവ്. ജീവിക്കുക ബ്രൂട്ടസ്, ജീവിക്കൂ ജീവിക്കൂ. ഫസ്റ്റ് സിറ്റിസൺ, ബ്രിങ് ഹിം വിത്ത് ട്രംഫ് ഹോം അൺ ടു ഹിസ് ഹൗസ്. അവനെ വിജയത്തോടെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുവിൻ. ട്രംഫ് വിജയം. സെക്കൻഡ് സിറ്റിസൺ, ഗിവ് ഹിം എ സ്റ്റാച്യു വിത്ത് ഹിസ് ആൻസിസ്റ്റേഴ്സ്. അവൻ്റെ പൂർവികർക്കൊപ്പമുള്ള ഒരു പ്രതിമ നൽകുക. ആൻസിസ്റ്റേഴ്സ് പൂർവികർ. തേർഡ് സിറ്റിസൺ, ലെറ്റ് ഹിം ബി സീസർ. അവനെ സീസർ ആവാൻ അനുവദിക്കുക. ഫോർത്ത് സിറ്റിസൺ, സീസേഴ്സ് ബെറ്റർ പാർട്സ് ഷാൾ ബി ക്രൗഡ് ഇൻ ബ്രൂട്ടസ്. സീസറിൻ്റെ നല്ല ഭാഗങ്ങൾ ബ്രൂട്ടസിൽ കിരീടം ചൂടും. ക്രൗണ്ട് കിരീടം ചൂടുക. ഫസ്റ്റ് സിറ്റിസൺ, വി വിൽ ബ്രിങ് ഹിം ടു ഹിസ് ഹൗസ് വിത്ത് ഷൗട്ട്സ് ആൻഡ് ക്ലാമേഴ്സ്. ആർപ്പുവിളികളും നിലവിളികളോടും കൂടി ഞങ്ങൾ അവനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഷൗട്ട് ആർപ്പുവിളികൾ, ക്ലാമേഴ്സ് നിലവിളികൾ. ബ്രൂട്ടസ്, മൈ കൺട്രിമാൻ, എൻ്റെ നാട്ടുകാരെ. സെക്കൻഡ് സിറ്റിസൺ, പീസ്, സൈലൻസ്, ബ്രൂട്ടസ് സ്പീക്സ്. സമാധാനത്തോടെ ഇരിക്കും, മിണ്ടാതിരിക്കും. ബ്രൂട്ടസ് സംസാരിക്കുന്നു. ഫസ്റ്റ് സിറ്റിസൺ, പീസ് ഹോ, സമാധാനത്തോടെ ഇരിക്കൂ. ബ്രൂട്ടസ്, ഗുഡ് കൺട്രിമാൻ, ലെറ്റ് മീ ഡിപ്പാർട്ട് എലോൺ ആൻഡ് ഫോർ മൈ സേക്ക് സ്റ്റേ ഹിയർ വിത്ത് ആന്റോണി. ഡു ഗ്രേസ് ടു സീസേഴ്സ് കോപ്സ് ആൻഡ് ഗ്രേസ് ഹിസ് സ്പീച്ച്, ടെൻറ്റിംഗ് ടു സീസേഴ്സ് ഗ്ലോറീസ് which Mark Antony by our permission is allowed to make. I do entreat you, not a man depart, save I alone till Antony have spoke. നല്ലവരായ നാട്ടുകാരെ, എന്നെ ഒറ്റയ്ക്ക് പോകാൻ അനുവദിക്കുക. എനിക്ക് വേണ്ടി ആന്റണിക്കൊപ്പം നിങ്ങൾ ഇവിടെ നിൽക്കുക. ഡു ഗ്രേസ് ടു സീസേഴ്സ് കോപ്സ്. സീസറിൻ്റെ മൃതദേഹത്തോട് ഗ്രേസ് ചെയ്യുക, കൃപ ചെയ്യുക. ആൻഡ് ഗ്രേസ് ഹിസ് സ്പീച്ച് ടെൻറ്റിംഗ് ടു സീസേഴ്സ് ഗ്ലോറീസ്. സീസറിൻ്റെ മഹത്വം വിളിച്ചറിയിക്കുന്ന പ്രസംഗത്തിന്, അവൻ്റെ പ്രസംഗത്തിന് കൃപ ചെയ്യുക. വിച്ച് മാർക്ക് ആന്റോണി ബൈ അവർ പെർമിഷൻ ഈസ് അലൗഡ് ടു മേക്ക്. ഞങ്ങളുടെ അനുമതിയോടെ നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ അനുവദിച്ചിരിക്കുന്നു. ഐ ഡു എൻട്രീറ്റ് യു. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എൻട്രീറ്റ് അപേക്ഷിക്കുക. നോട്ട് എ മാൻ ഡിപ്പാർട്ട്. ഒരാളും പോകരുത്. സേവ് ഐ അലോൺ. എന്നെ മാത്രം രക്ഷിക്കൂ. ടിൽ ആന്റോണി ഹാവ് സ്പോക്ക്. ആന്റോണി സംസാരിക്കുന്നത് വരെ. എക്സിറ്റ്. എന്നിട്ട് ബ്രൂട്ടസ് പോവാണ്. ഫസ്റ്റ് സിറ്റിസൺ, സ്റ്റേ ഹോ ആൻഡ് ലെറ്റസ് ഹിയർ മാർക്ക് ആന്റോണി. ഇവിടെ നിൽക്കൂ, നമ്മൾക്ക് മാർക്ക് ആന്റോണി പറയുന്നത് എന്താണെന്ന് കേൾക്കാം. തേർഡ് സിറ്റിസൺ, ലെറ്റ് ഹിം ഗോ അപ്പ് ഇൻ ടു ദ പബ്ലിക് ചെയർ. വി വിൽ ഹിയർ ഹിം. നോബിൾ ആന്റോണി, ഗോ അപ്പ്. അവൻ പൊതു കസേരയിൽ കയറട്ടെ, നമുക്കവനെ കേൾക്കാം. കുലീനനായ ആന്റോണി, ഗോ അപ്പ്, കയറൂ. ആന്റോണി, ഫോർ ബ്രൂട്ടസ് സേക്ക് ഐ ആം ബിഹോൾഡിംഗ് ടു യു. ബ്രൂട്ടസിനായിട്ട് ഐ ആം ബിഹോൾഡിംഗ് ടു, ഞാൻ നിങ്ങളെ നോക്കുന്നു. ഗോസ് ഇൻ ടു ദ പൾപിറ്റ്. എന്നിട്ട് പ്രസംഗപീഠത്തിലേക്ക് പോകുന്നു. ഫോർത്ത് സിറ്റിസൺ, വാട്ട് ഡസ് ഹി സേ ഓഫ് ബ്രൂട്ടസ്. അവൻ ബ്രൂട്ടസിനെ കുറിച്ച് എന്താണ് പറയുന്നത്. തേർഡ് സിറ്റിസൺ, ഹി സേസ് ഫോർ ബ്രൂട്ടസ് സേക്ക് ഹി ഫൈൻഡ്സ് ഹിംസെൽഫ് ബിഹോൾഡിംഗ് ടു അസ് ഓൾ. അവൻ പറയുന്നു, ബ്രൂട്ടസിന് വേണ്ടി അവൻ നമ്മിലേക്ക് ആകൃഷ്ടനാവാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആകൃഷ്ടനാകാൻ കണ്ടെത്തുന്നു, അവന് സ്വയം കണ്ടെത്തുന്നു. ഫോർത്ത് സിറ്റിസൺ, ടു എ ബെസ്റ്റ് ഹി സ്പീക്ക് നോ ഹാം ഓഫ് ബ്രൂട്ടസ് ഹിയർ. ഇവിടെ ബ്രൂട്ടസിനെ കുറിച്ച് ഒരു ദോഷവും പറയാത്തതാണ് നല്ലത്. ഫസ്റ്റ് സിറ്റിസൺ, ദിസ് സീസർ വാസ് എ ടൈറന്റ്. ഈ സീസർ ഒരു സ്വേച്ഛാധിപതിയായിരുന്നു. ടൈറന്റ് സ്വേച്ഛാധിപതി. തേർഡ് സിറ്റിസൺ, നൈ ദാറ്റ് സർട്ടേൺ വി ആർ ബ്ലസ്ഡ് ദാറ്റ് റോം ഈസ് റിഡ് ഓഫ് ഹിം. അല്ല, അത് ഉറപ്പാണ്. റോം അവനെ ഒഴിവാക്കിയതിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്, നമ്മൾ ബ്ലസ്ഡ് ആണ്, നമ്മൾക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, നമ്മൾ ബ്ലസ്ഡ് ആണ്. സെക്കൻഡ് സിറ്റിസൺ,
Peace, let us hear what Antony can say. സമാധാനിക്കൂ, ആന്റോണി എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് കേൾക്കാം. ആന്റോണി, യു ജെന്റിൽ റോമൻസ്, സൗമ്യരായ റോമാക്കാരെ, സിറ്റിസൺസ്, പീസ് ഹോ ലെറ്റസ് ഹിയർ ഹിം, സമാധാനമായിട്ടിരിക്കൂ, അവന് പറയുന്നത് കേൾക്കാൻ അനുവദിക്കൂ. ആന്റോണി, ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്. I come to bury Caesar, not to praise him. The evil that men do lives after them. The good is oft interred with their bones. So let it be with Caesar. The noble Brutus hath told you Caesar was ambitious. If it were so, it was a grievous fault, and grievously hath Caesar answered it. Here, under leave of Brutus and the rest, for Brutus is an honorable man, so are they all honorable men. Come I to speak in Caesar's funeral. He was my friend, faithful and just to me, but Brutus says he was ambitious, and Brutus is an honorable man. He had brought many captives home to Rome, whose ransoms did the general coffers fill. Did this in Caesar seem ambitious? When that the poor have cried, Caesar what wept. Ambition should be made of stenor stuff. Yet Brutus says he was ambitious, and Brutus is a honorable man. You all did see that on the Lupercal. I thrice presented him a kingly crown, which he did thrice refuse. Was this ambition? Yet Brutus says he was ambitious, and sure he is an honorable man. I speak not to disprove what Brutus spoke, but here I am to speak what I do know. You all did love him once, not without cause. What cause withholds you then to mourn for him? O judgment, thou art flood to brutish beasts, and men have lost their reason. Bear with me. My heart is in the coffin there with Caesar, and I must pause till it come back to me. ഒരു ലോങ് ഡയലോഗ് ആയിരുന്നു. അപ്പോൾ ആന്റോണി, ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, സുഹൃത്തുക്കളെ, റോമക്കാരെ, നാട്ടുകാരെ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്, നിങ്ങളുടെ ചെവി എനിക്ക് തരണമേ. ലെൻഡ് തരുക, കടം കൊടുക്കുക എന്നൊക്കെയാണ്. അതായത് എന്നെ കേൾക്കണമേ, ഞാൻ പറയുന്നത് കേൾക്കണമേ എന്നാണ്. ഐ കം ടു ബറി സീസർ, നോട്ട് ടു പ്രൈസ് ഹിം. ഞാൻ സീസറിനെ അടക്കം ചെയ്യാനാണ് വന്നത്, അല്ലാതെ അയാളെ പുകഴ്ത്താനല്ല. ദ ഈവിൾ ദാറ്റ് മെൻ ഡു ലീവ്സ് ആഫ്റ്റർ ദം. മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾ അവരുടെ പിന്നാലെ ജീവിക്കുന്നു. ദ ഗുഡ് ഈസ് ഓഫ്റ്റ് ഇൻറ്റേർഡ് വിത്ത് ദെയർ ബോൺസ്. നന്മ പലപ്പോഴും അവരുടെ അസ്ഥികളുടെ കൂടെ കുഴിച്ചിടുന്നു. ഇൻറ്റേർഡ് വെഡ് മീനിങ് അടക്കം ചെയ്തു. സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ. അപ്പോൾ സീസറിൻ്റെ കാര്യത്തിലാകട്ടെ, ദ നോബിൾ ബ്രൂട്ടസ്, കുലീനനായ ബ്രൂട്ടസ്, ഹാത്ത് ടോൾഡ് യു സീസർ വാസ് അംബീഷ്യസ്. സീസർ അതിമോഹം ഉള്ള ആളാണ്, അത്യാഗ്രഹിയാണ് എന്ന് നിങ്ങളോട് പറഞ്ഞു, ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞു. ഇഫ് ഇറ്റ് വേർ സോ, ഇറ്റ് വാസ് എ ഗ്രേവസ് ഫോൾട്ട്. അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ തെറ്റായിരുന്നു. ഗ്രേവസ് ഗുരുതരമായ, ഫോൾട്ട് തെറ്റ്. ആൻഡ് ഗ്രേവസ്ലി ഹാത്ത് സീസർ ആൻസേർഡ് ഇറ്റ്. ഗ്രേവസ് ആയിട്ട്, ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ അതികഠിനമായിട്ട് സീസർ ആൻസർ ചെയ്തു, മറുപടി പറഞ്ഞു. ഹിയർ അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് ദ റെസ്റ്റ്. ഇവിടെ ബ്രൂട്ടസിൻ്റെയും ബാക്കിയുള്ളവരുടെയും ഇടയിൽ. ഫോർ ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മാൻ. കാരണം ബ്രൂട്ടസ് ബഹുമാന്യനായ ഒരു വ്യക്തിയാണ്. സോ ആർ ദേ ഓൾ, അവരെല്ലാവരും അങ്ങനെയാണ്. ഓൾ ഹോണറബിൾ മെൻ, എല്ലാവരും ബഹുമാന്യരായ വ്യക്തികൾ. കം ഐ ടു സ്പീക്ക് ഇൻ സീസേഴ്സ് ഫ്യൂണറൽ. സീസറിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ, ഫ്യൂണറിൽ
ഫ്യൂണറലിൽ സംസാരിക്കാൻ ഞാൻ വരുന്നു. ഹി വാസ് മൈ ഫ്രണ്ട്. അവൻ എൻ്റെ ഫ്രണ്ടായിരുന്നു, എൻ്റെ സുഹൃത്തായിരുന്നു. ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. എന്നോട് വിശ്വസ്തനും നീതിമാനുമായിരുന്നു. ഫെയ്ത്ത്ഫുൾ വിശ്വസ്തൻ, ജസ്റ്റ് നീതിമാൻ. ബട്ട് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബിഷ്യസ്. പക്ഷെ ബ്രൂട്ടസ് പറയുന്നു അവൻ അത്യാഗ്രഹിയാണ് ആയിരുന്നു എന്ന്. ആൻഡ് ബ്രൂട്ടസ് ഇസ് എൻ ഹോണറബിൾ മാൻ. ബ്രൂട്ടസ് ഒരു ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഹി ഹാഡ് ബ്രോട്ട് മെനി ക്യാപ്റ്റീവ്സ് ഹോം ടു റോം. അവൻ അനേകം തടവുകാരെ ക്യാപ്റ്റീവ്സ് റോമിലേക്ക് കൊണ്ടുവന്നു. ഹൂസ് റാൻസംസ് ഡിഡ് ദ ജനറൽ കോഫേഴ്സ് ഫിൽ. അവരുടെ മോചനദ്രവ്യം പൊതുഖജനാവ് നിറച്ചു. റാൻസംസ് മോചനദ്രവ്യം, ജനറൽ കോഫേഴ്സ് പൊതുഖജനാവ്. ഡിഡ് ദിസ് ഇൻ സീസർ സീം ആംബിഷ്യസ്. ഇത് സീസറിൽ അത്യാഗ്രഹമായി തോന്നിയോ? വെൻ ദാറ്റ് ദ പുവർ ഹാവ് ക്രൈഡ് സീസർ ഹാത്ത് വെപ്റ്റ്. പുവേഴ്സ് പാവങ്ങൾ കരഞ്ഞപ്പോൾ സീസർ വിതുമ്പി അല്ലെങ്കിൽ കരഞ്ഞു, നിലവിളിച്ചു, കരഞ്ഞു. വെപ്റ്റ് മീൻസ് കരഞ്ഞു. അംബിഷൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേണർ സ്റ്റഫ്. അംബിഷൻ, അഭിലാഷം. ഇവിടെ അംബിഷൻ എന്നുള്ളതിന് അർത്ഥം വരുന്നത്, ഈ ഒരു ഭാഗത്തിലുടനീളം അംബിഷൻ എന്നുള്ളതിന് അർത്ഥം വരുന്നത് അതിമോഹം, അത്യാഗ്രഹം എന്നൊക്കെയാണ്. അപ്പോൾ അത്യാഗ്രഹം കർക്കശമായ സാധനങ്ങളാൽ നിർമ്മിക്കപ്പെടണം. സ്റ്റേണർ കർക്കശം, സ്റ്റഫ് സാധനം. യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബിഷ്യസ്. ഇനിയും ബ്രൂട്ടസ് പറയുന്നു അവൻ അത്യാഗ്രഹിയാണ് എന്ന്. ആൻഡ് ബ്രൂട്ടസ് ഇസ് ആൻ ഹോണറബിൾ മാൻ. ബ്രൂട്ടസ് ഒരു ബഹുമാന്യനായ വ്യക്തിയാണ്. യു ഓൾ ഡിഡ് സീ ദാറ്റ് ഓൺ ദ ലുപ്പർകോൾ. ലുപ്പർകോളിൽ നിങ്ങളെല്ലാവരും കണ്ടു. ഐ ത്രൈസ് പ്രസൻറ്റഡ് ഹിം എ കിങ്ലി ക്രൗൺ. ഞാൻ 3 തവണ അദ്ദേഹത്തിന് രാജകിരീടം സമ്മാനിച്ചു. വിച്ച് ഹി ഡിഡ് ത്രൈസ് റെഫ്യൂസ്. അവനത് 3 തവണയും നിരസിച്ചു, റെഫ്യൂസ് ചെയ്തു. വാസ് ദിസ് അംബിഷൻ. ഇതാണോ അത്യാഗ്രഹം? യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബിഷ്യസ്. ഇനിയും ബ്രൂട്ടസ് പറയുന്നു അവൻ അത്യാഗ്രഹിയാണ് എന്ന്, അത്യാഗ്രഹിയായിരുന്നു എന്ന്. ആൻഡ് ഷുവർ ഹി ഈസ് ആൻ ഹോണറബിൾ മാൻ. ആൻഡ് ഉറപ്പാണ് അദ്ദേഹം, ബ്രൂട്ടസ്, ഒരു ബഹുമാന്യനായ വ്യക്തിയാണ്. ഐ സ്പീക്ക് നോട്ട് ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക്. ബ്രൂട്ടസ് പറഞ്ഞതിനെ ഖണ്ഡിക്കാനല്ല ഞാൻ സംസാരിക്കുന്നത്. ഡിസ്പ്രൂവ്, നിരാകരിക്കുക. അപ്പം ബ്രൂട്ടസ് പറഞ്ഞതിനെ നിരാകരിക്കാനല്ല അല്ലെങ്കിൽ ഖണ്ഡിക്കാനല്ല ഞാൻ സംസാരിക്കുന്നത്. ബട്ട് ഹിയർ ഐ ആം ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ. എന്നാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ സംസാരിക്കുന്നു. യു ഓൾ ഡിഡ് ലവ് ഹിം വൺസ്. നിങ്ങളെല്ലാവരും അവനെ ഒരിക്കൽ സ്നേഹിച്ചു. നോട്ട് വിത്തൗട്ട് കോസ്, ഒരു കാരണവുമില്ലാതെ. വാട്ട് കോസ് വിത്ത് ഹോൾസ് യു ദെൻ ടു മോൺ ഫോർ ഹിം. പിന്നെ അവനെക്കുറിച്ച് വിലപിക്കാൻ അല്ലെങ്കിൽ അവനെ അനുശോചനം അറിയിക്കാൻ നിങ്ങളെ തടയുന്നത് എന്താണ്? വിത്ത് ഹോൾസ് തടഞ്ഞു വെക്കുക, തടയുക. മൗൺ അനുശോചനം അറിയിക്കുക, വിലപിക്കുക. ഓ ജഡ്ജ്മെന്റ് തോ ആർട്ട് ഫ്ലഡ് ടു ബ്രൂട്ടിഷ് ബീസ്റ്റ്. ഓ വിധി, നീ മൃഗങ്ങളുടെ അടുക്കിലേക്ക് ഓടിപ്പോയി. ആൻഡ് മെൻ ഹാവ് ലോസ് ദെയർ റീസൺ. ആളുകൾക്ക് അവരുടെ ബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ റീസൺ എന്നുള്ളതിന് മീനിങ് ബുദ്ധി എന്നാണ്. കാരണം എന്നാണ് ശരിക്കുള്ള മീനിങ്. ഇവിടെ മീനിങ് ബുദ്ധി. ബിയർ വിത്ത് മീ, എന്നെ ഒന്ന് സഹിക്കൂ. മൈ ഹേർട്ട് ഈസ് ഇൻ ദ കോഫിൻ ദർ വിത്ത് സീസർ. എൻ്റെ ഹൃദയം അവിടെ സീസറിനൊപ്പം ശവപ്പെട്ടിയിലാണ്. കോഫിൻ, ശവപ്പെട്ടി. ആൻഡ് ഐ മസ്റ്റ് പോസ് ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ. അത് എന്നിലേക്ക് തിരികെ വരുന്നത് വരെ ഞാൻ താൽക്കാലികമായി പോസ് ചെയ്യണം, നിർത്തണം. ഫസ്റ്റ് സിറ്റിസൺ, മീ തിങ്സ് ദർ ഇസ് മച്ച് റീസൺ ഇൻ ഹിസ് സേയിങ്സ്. അവൻ്റെ വാക്കുകളിൽ ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മീ തിങ്സ്, ചിന്തിക്കുന്നു, തോന്നുന്നു. സെക്കൻഡ് സിറ്റിസൺ, ഇഫ് thou consider rightly of the matter, Caesar has had great wrong. നിങ്ങൾ കാര്യം ശരിയായി പരിഗണിക്കുകയാണെങ്കിൽ സീസർ ഹാസ് ഹാഡ് ഗ്രേറ്റ് റോങ്. സീസറിന് വലിയ തെറ്റു പറ്റിയിട്ടുണ്ട്.
Third citizen, has he masters? I fear there will a worse come in his place. അവനുണ്ടോ യജമാനന്മാരെ? അവൻ്റെ സ്ഥാനത്ത് മോശമായത് വരും എന്ന് ഞാൻ ഭയപ്പെടുന്നു. വേഴ്സ് മോശം. Fourth citizen, marked ye his words, he would not take the crown. നിങ്ങൾ അവൻ്റെ വാക്കുകൾ അടയാളപ്പെടുത്തിയോ? അവൻ കിരീടം എടുത്തില്ല. Therefore it's certain he was not ambitious. അതുകൊണ്ട് അദ്ദേഹം അത്യാഗ്രഹിയല്ല എന്നുറപ്പാണ്. First citizen, if it be found so, some will dare abide it. അങ്ങനെ കണ്ടെത്തിയാൽ ചിലർ അത് അംഗീകരിക്കും അല്ലെങ്കിൽ അനുസരിക്കും. Second citizen, poor soul, his eyes are red as fire with weeping. പാവമാത്മാവ്, അവൻ്റെ കണ്ണുകൾ കരഞ്ഞ് തീ പോലെ ചുവന്നിരിക്കുന്നു. Third citizen, there is not a nobler man in Rome than Antony. അന്റോണിയേക്കാൾ മാന്യനായ ഒരു മനുഷ്യൻ ഈ റോമിലില്ല. Fourth citizen, now mark him, he begins again to speak. ഇപ്പോൾ അവനെ അടയാളപ്പെടുത്തുക, അവൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുന്നു. Antony, but yesterday the word of Caesar might have stood against the world. Now lies he there, and none so poor to do him reverence. O masters, if I were disposed to stir your hearts and minds to mutiny and rage, I should do Brutus wrong and Cassius wrong, whom you all know are honorable men. I will not do them wrong. I rather choose to wrong the dead, to wrong myself and you, than I will wrong such honorable men. But here is a parchment with the seal of Caesar. I found it in his closet. It's his will. Let but the commons hear this testament, which, pardon me, I do not mean to read, and they would go and kiss dead Caesar's wounds, and dip their napkins in his sacred blood. Yeah, beg a hair of him for memory, and dying mention it within their wills, bequeathing it as a rich legacy unto their issue. But yesterday the word of Caesar might have stood against the world. പക്ഷേ ഇന്നലെ സീസറിന്റെ വചനങ്ങൾ ലോകത്തിനെതിരായിട്ട് നിന്നിട്ടുണ്ടായിരിക്കാം. Now lies he there. ഇപ്പോൾ അവൻ അവിടെ കിടക്കുന്നു. And none so poor to do him reverence. അവനെ ബഹുമാനിക്കാൻ അത്ര ദരിദ്രനായ ആരുമില്ല. റെവറൻസ് ബഹുമാനം. ഓ മാസ്റ്റേഴ്സ്, യജമാനരെ. യജമാനരെ എന്ന് വിളിക്കുന്നത് ഗോഡിനെയാണ്. ഇഫ് ഐ വർ ഡിസ്പോസ്ഡ് ടു സ്റ്റിർ, എനിക്ക് ഇളക്കി മാറ്റാൻ കഴിയുമായിരുന്നെങ്കിൽ. യുവർ ഹേർട്സ് ആൻഡ് മൈൻഡ് സോ മ്യൂട്ടിനി ആൻഡ് റേജ്, നിങ്ങളുടെ ഹൃദയവും മനസ്സുകളും കലാപത്തിനും രോഷത്തിനും. മ്യൂട്ടിനി കലാപം, റേജ് ക്രോധം, രോഷം. ഐ ഷുഡ് ഡു ബ്രൂട്ടസ് റോങ്, ഞാൻ ചെയ്യണം. ബ്രൂട്ടസ് തെറ്റാണ്. ആൻഡ് കാഷ്യസ് റോങ്, കാഷ്യസ് തെറ്റാണ്. ഹൂ യു ഓൾ നോ ആർ ഹോണറബിൾ മാൻ, അവർ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അവർ ബഹുമാന്യരായ വ്യക്തികളാണ്. ഐ വിൽ നോട്ട് ഡു ദം റോങ്, ഞാൻ അവരെ തെറ്റ് ചെയ്യില്ല. ഐ റാദർ ചൂസ് ടു റോങ് ദ ഡെഡ്, മരിച്ചവരോട് തെറ്റ് ചെയ്യാൻ ഞാൻ തിരഞ്ഞെടുക്കുന്നു. ടു റോങ് മൈസെൽഫ് ആൻഡ് യു, എന്നോടും നിങ്ങളോടും തെറ്റ് ചെയ്യാൻ. ദാൻ ഐ വിൽ റോങ് സച്ച് ഹോണറബിൾ മാൻ, അത്തരം മാന്യന്മാരോട് ഞാൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ. ബട്ട് ഹിയർ ഈസ് എ പാച്ച്മെൻറ്റ് വിത്ത് ദ സീൽ ഓഫ് സീസർ, എന്നാൽ ഇതാ ഇവിടെ സീസറിൻ്റെ സീലുള്ള ഒരു പാർച്ച്മെൻറ്റ്, ഒരു പേപ്പർ. ഐ ഫൗണ്ട് ഇറ്റ് ഇൻ ഹിസ് ക്ലോസറ്റ്, ഞാനത് അവൻ്റെ അലമാരയിൽ കണ്ടെത്തി. ക്ലോസറ്റ് അലമാര. ഇറ്റ്സ് ഹിസ് വിൽ, അത് അവൻ്റെ വില്ലാണ്, വിൽപത്രമാണ്. ലെറ്റ് ബട്ട് ദ കോമൺസ് ഹിയർ ദിസ് ടെസ്റ്റമെൻറ്റ്, സാധാരണക്കാർ ഈ നിയമം കേൾക്കട്ടെ. ടെസ്റ്റമെൻറ്റ്, നിയമം. വിച്ച്, പാർഡൻ മീ, ഐ ഡു നോട്ട് മീൻ ടു റീഡ്, അത് എന്നോട് ക്ഷമിക്കൂ, ഞാനത് വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആൻഡ്
They would go and kiss dead Caesar's wounds. അവർ പോയി മരിച്ച സീസറിൻ്റെ മുറിവുകളിൽ ചുംബിക്കും. ആൻഡ് ഡിപ്പ് ദെയർ നാപ്കിൻസ് ഇൻ ഹിസ് സാക്രഡ് ബ്ലഡ്. അവരുടെ നാപ്കിൻസ്, അവരുടെ തൂവാലകൾ അദ്ദേഹത്തിൻ്റെ മഹത്തായ ബ്ലഡിൽ, പവിത്രമായിട്ടുള്ള ബ്ലഡിൽ, രക്തത്തിൽ മുക്കും. ബെഗ് എ ഹെയർ ഓഫ് ഹിം ഫോർ മെമ്മറി. അവൻ്റെ ഒരു ഹെയർ, ഒരു മുടി അവൻ്റെ ഓർമ്മയ്ക്കായിട്ട് ബെഗ് ചെയ്യും, യാചിക്കും. ആൻഡ് ഡൈയിങ് മെൻഷൻ ഇറ്റ് വിത്തിൻ ദെയർ വിൽസ്. കൂടാതെ മരിക്കുമ്പോൾ അത് അവരുടെ വില്ലിൽ, അതവരുടെ ഇഷ്ടത്തിൽ അല്ലെങ്കിൽ വിൽപത്രത്തിൽ പരാമർശിക്കുക. ബിക്വത്തിങ് ഇറ്റ് ആസ് എ റിച്ച് ലെഗസി അൺടു ദെയർ ഇഷ്യൂ. അത് വസിയത്ത് ചെയ്യുന്നു. ആസ് എ റിച്ച് ലെഗസി, സമ്പന്നമായ പാരമ്പര്യം, അവർക്ക് ഒരു ഇഷ്യൂ, ഒരു പ്രശ്നം ഉണ്ടാകുന്നത് വരെ. ഫോർ ദ സിറ്റിസൺ വി വിൽ ഹിയർ ദ വിൽ, റീഡ് ഇറ്റ് മാർക്ക് ആന്റോണി. ഞങ്ങൾ ആ വിൽപത്രം കേൾക്കും, അത് വായിക്കൂ മാർക്ക് ആന്റോണി. ഓൾ ദ വിൽ, വി വിൽ ഹിയർ സീസേഴ്സ് വിൽ. അപ്പം എല്ലാവരും പറയാണ് ഞങ്ങൾക്ക് സീസറിൻ്റെ വില്ല് കേൾക്കണം, അത് വായിക്കൂ എന്ന് പറയണം. ആന്റോണി, ഹാവ് പേഷ്യൻസ് ജെന്റിൽ ഫ്രണ്ട്സ്, ഐ മസ്റ്റ് നോട്ട് റീഡ് ഇറ്റ്. It is not me to know how Caesar loved you. You are not wood, you are not stones, but men. And being men, bearing the will of Caesar, it will inflame you, it will make you mad. This good you know not, that you are his heirs. For if you should, oh, what would come of it? അപ്പോൾ ക്ഷമയോടെ ഇരിക്കൂ സൗമ്യരായ സുഹൃത്തുക്കളെ, ഞാനിതെന്തായാലും വായിക്കാൻ പോകുന്നില്ല. സീസർ നിങ്ങളെയൊക്കെ എങ്ങനെ സ്നേഹിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. യു ആർ നോട്ട് വുഡ്, നിങ്ങൾ മരമല്ല. യു ആർ നോട്ട് സ്റ്റോൺസ്, നിങ്ങൾ കല്ലുകളല്ല. ബട്ട് മെൻ, മനുഷ്യന്മാരാണ്. മനുഷ്യരായിക്കൊണ്ട് സീസറിൻ്റെ ഇഷ്ടങ്ങൾ വഹിക്കുന്നു, ബിയറിംഗ് വഹിക്കുന്നു. ഇറ്റ് വിൽ ഇൻഫ്ലെയിം യു, അത് നിങ്ങളെ ജ്വലിപ്പിക്കും. ഇൻഫ്ലെയിം, ജ്വലിക്കുക. ഇറ്റ് വിൽ മേക്ക് യു മാഡ്, അത് നിങ്ങളെ ഭ്രാന്തന്മാരാക്കും. ദിസ് ഗുഡ് യു നോ നോട്ട് ദാറ്റ് യു ആർ ഹിസ് ഹെയേഴ്സ്. നിങ്ങൾ അവൻ്റെ അവകാശികളാണെന്ന് നിങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്. ഹെയേഴ്സ്, അവകാശികൾ. എന്തെന്നാൽ നിങ്ങൾ വേണമെങ്കിൽ, അതിൽ നിന്ന് എന്ത് സംഭവിക്കും? ഫോർത്ത് സിറ്റിസൺ, റീഡ് ദ വിൽ, വി വിൽ ഹിയർ ഇറ്റ് ആന്റോണി. യു ഷാൾ റീഡ് ആസ് ദ വിൽ, സീസേഴ്സ് വിൽ. ആ വില്ല് വായിക്കൂ, ഞങ്ങളത് കേൾക്കാം ആന്റോണി. നീ അത് എന്തായാലും വായിക്കണം. സീസറുടെ വില്ല് എന്തായാലും വായിക്കണം. ആന്റോണി, വിൽ യു ബി പേഷ്യൻറ്റ്? വിൽ യു സ്റ്റേ എ വൈൽ? ഐ ഹാവ് overshot myself to tell you of it. I fear I wrong the honorable men whose daggers have stabbed Caesar. I do fear it. അപ്പോൾ വിൽ യു ബി പേഷ്യൻറ്റ്, നിങ്ങൾ ക്ഷമിക്കുമോ? വിൽ യു സ്റ്റേ എ വൈൽ, നിങ്ങൾ കുറച്ചു നേരം നിൽക്കുമോ? ഐ ഹാവ് ഓവർഷോട്ട് മൈസെൽഫ് ടു ടെൽ യു ഓഫ് ഇറ്റ്. നിങ്ങളോട് അത് പറയുന്നത് എനിക്ക് എന്നോട് തന്നെ കൂടുതലായിട്ടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു പ്രവൃത്തി അത് ഉണ്ട്. ഐ ഫിയർ ഐ റോങ് ദ ഹോണറബിൾ മെൻ. ബഹുമാന്യരായ ആളുകളോട് ഞാൻ തെറ്റ് ചെയ്യും എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹൂസ് ഡാഗേഴ്സ് ഹാവ് സ്റ്റാബ്ഡ് സീസർ. ആരുടെ കടാരകളാണോ സീസറിനെ കുത്തിയത് അവർ. ഐ ഡു ഫിയർ ഇറ്റ്, ഞാൻ പേടിക്കുന്നു, ഞാൻ ഭയപ്പെടുന്നു. സ്റ്റാബ്ഡ്, കുത്തി. ഫോർത്ത് സിറ്റിസൺ, ദേ വർ ട്രൈറ്റേഴ്സ് ഹോണറബിൾ മെൻ. അവർ രാജ്യദ്രോഹികളായിരുന്നു. ട്രൈറ്റേഴ്സ് മീനിങ് രാജ്യദ്രോഹികൾ. ഹോണറബിൾ മെൻ, ബഹുമാന്യരായ മനുഷ്യർ, അവർ രാജ്യദ്രോഹികളാണ്. ഓൾ ദ വിൽ, ദ ടെസ്റ്റമെൻറ്റ്. അപ്പോൾ എല്ലാവരും പറയാണ് ആ വില്ല് വായിക്കൂ, ആ നിയമം വായിക്കൂ എന്നുള്ളത് പറയാണ്. സെക്കൻഡ് സിറ്റിസൺ, ദേ വർ വില്ലൻസ്, മർഡറേഴ്സ്. ദ വിൽ, റീഡ് ദ വിൽ. അവർ വില്ലന്മാരാണ്, കൊലപാതകികളാണ്. ആ വില്ല് വായിക്കൂ ആന്റോണി. യു വിൽ കമ്പൽ മീ ദെൻ ടു റീഡ് ദ വിൽ, then make a ring about the corpse of Caesar and let me show you him that made the will. Shall I descend and will you give me leave? വിൽപത്രം വായിക്കാൻ നിങ്ങൾ എന്നെ കമ്പൽ ചെയ്യുന്നു. കമ്പൽ മീൻസ് നിർബന്ധിക്കുക. then make a ring about the corpse of Caesar. സീസറിൻ്റെ മൃതദേഹത്തിനു ചുറ്റും ഒരു റിംഗ് ഉണ്ടാക്കുക, ഒരു വലയം ഉണ്ടാക്കുക. and let me show you him that made the will. അപ്പോൾ ഞാൻ അവരുണ്ടാക്കിയ വില്ല്, ആ വിൽപത്രം ഞാൻ കാണിച്ചു തരാം.
ഷാൾ ഐ ഡിസെൻഡ്? ഞാൻ ഇറങ്ങണോ? ആൻഡ് വിൽ യു ഗിവ് മീ ലീവ്? നിങ്ങൾ എനിക്ക് വിട തരുമോ? സെവറൽ സിറ്റിസൺസ് കം ഡൗൺ. നിരവധി പൗരന്മാർ പറഞ്ഞു, താഴെ വരൂ, താഴേക്ക് വരൂ. സെക്കൻഡ് സിറ്റിസൺ ഡിസെൻഡ്, ഇറങ്ങു വരൂ. തേർഡ് സിറ്റിസൺ യു ഷാൾ ഹാവ് ലീവ്, നിങ്ങൾക്ക് വിട പറയാം. ആന്റോണി കംസ് ഡൗൺ. അപ്പോൾ ആന്റോണി താഴേക്ക് വരുന്നു. അതായത് ആ പൽപ്പിച്ചിൽ ആ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം ഞാൻ താഴേക്ക് ഇറങ്ങി വരട്ടെ എന്ന് അവരോട് ചോദിക്കുന്നു. അവരോട് ഞാൻ ഇറങ്ങി വരണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇറങ്ങി വരൂ എന്ന് പറയാണ്. അപ്പോൾ ആന്റോണി ഇറങ്ങി വന്നു. ഫോർത്ത് സിറ്റിസൺ എ റിംഗ് സ്റ്റാൻഡ് റൗണ്ട്. ഒരു വലയം, റിംഗാണ്, എല്ലാവരും വട്ടത്തിൽ നിൽക്കുക. ഫസ്റ്റ് സിറ്റിസൺ സ്റ്റാൻഡ് ഫ്രം ദ ഹിയേഴ്സ്, സ്റ്റാൻഡ് ഫ്രം ദ ബോഡി. ശവക്കുഴിയിൽ നിന്ന് നിൽക്കുക, ബോഡിയിൽ നിന്നും, ശരീരത്തിൽ നിന്നും നിൽക്കുക. ഹേഴ്സ് മീൻസ് ശവക്കുഴി. സെക്കൻഡ് സിറ്റിസൺ റൂം ഫോർ ആന്റോണി, മോസ്റ്റ് നോബിൾ ആന്റണി. ആന്റോണിക്കുള്ള മുറി, മുറി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആന്റോണിക്കുള്ള സ്ഥലം. മോസ്റ്റ് നോബിൾ ആന്റോണി, ഏറ്റവും കുലീനനായിട്ടുള്ള, ഏറ്റവും മാന്യനായിട്ടുള്ള ആന്റോണി. ആന്റോണി നായ് പ്രസ് നോട്ട് സോ അപ്പോൺ മീ, സ്റ്റാൻഡ് ഫാർ ഓഫ്. അപ്പം ആന്റോണി പറയണേ, എന്നിൽ ഒരുപാട് അമർത്തരുത്, ദൂരെ നിൽക്കുക, അകലെ നിൽക്കുക. അപ്പോൾ സെവറൽ സിറ്റിസൺസ്, ഒരുപാട് ആളുകൾ പറയുകയാണ് സ്റ്റാൻഡ് ബാക്ക്, റൂം ബിയർ ബാക്ക്. അപ്പോൾ അവർ പറയണ തിരിച്ചു നിൽക്കൂ, എല്ലാവരും ആദ്യം നിന്നതിനെ പോലെ നിൽക്കൂ എന്ന് പറയാണ്. ആന്റോണി ഇഫ് യു ഹാവ് ടിയേഴ്സ് പ്രിപ്പയർ ടു ഷെഡ് ദം നൗ. യു ഓൾ ഡു നോ ദിസ് മെന്റിൽ. I remember the first time ever Caesar put it on, once on a summer's evening in his tent. That day he overcame the nervy. Look, in this place ran Cassius' dagger through. See what a rent the envious Casca made. Through this the well-beloved Brutus stabbed, and as he plucked his cursed steel away, mark how the blood of Caesar followed it, as rushing out of doors to be resolved, if Brutus so unkindly knocked or no. For Brutus, as you know, was Caesar's angel. Judge, O you gods, how dearly Caesar loved him. This was the most unkindest cut of all, for when the noble Caesar saw him stab, ingratitude more strong than traitor's arms quite vanquished him, then burst his mighty heart, and in his mantle muffling up his face, even at the base of Pompey's statue, which all the while ran blood, great Caesar fell. Oh, what a fell was the, my countrymen! Then I and you and all of us fell down, whilst bloody treason flourished over us. Oh, now you weep, and I perceive you feel the dint of pity. These are gracious drops. Kind souls, what weep you when you but behold our Caesar's vesture wounded? Look here, here is himself, marked as you see with the traitors. അപ്പോൾ ആന്റോണി പറയാൻ തുടങ്ങാണ്, നിങ്ങൾക്ക് കണ്ണുനീരുണ്ടെങ്കിൽ അത് ചൊരിയാനായി തയ്യാറാവുക. യു ഓൾ ഡു നോ ദിസ് മാൻറ്റിൽ, ഐ റിമെമ്പർ. നിങ്ങൾക്കെല്ലാവർക്കും ഈ മേലങ്കി അറിയാം. മാൻറ്റിൽ, മേലങ്കി അല്ലെങ്കിൽ ആവരണം. ഐ റിമെമ്പർ, ഞാൻ ഓർക്കുന്നു. ദ ഫസ്റ്റ് ടൈം എവർ സീസർ പുട്ട് ഇറ്റ് ഓൺ. ഇത് സീസർ ആദ്യത്തെ പ്രാവശ്യം ഇട്ട സമയം ഞാൻ ഓർക്കുന്നു. ഇറ്റ് വാസ് ഓൺ എ സമ്മേഴ്സ് ഈവനിങ്. അതൊരു വേനൽക്കാലത്തിലെ ഒരു ഈവനിങ്ങിൽ, ഒരു വൈകുന്നേരമായിരുന്നു. ഇൻ ഹിസ് ടെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ടെൻറ്റിൽ, അദ്ദേഹത്തിൻ്റെ കൂടാരത്തിൽ. ദാറ്റ് ഡേ ഹി ഓവർകെയിം ദ നെർവി. ആ ദിവസം അവൻ നെർവിയെ ഓവർകം ചെയ്തു. നെർവി എന്ന് വെച്ചാൽ എ കെൽറ്റിക് ജർമ്മൻ പീപ്പിൾ ഓഫ് ബെൽജിയം ഓൾമോസ്റ്റ് എക്സ്റ്റർമിനേറ്റഡ് ബൈ ജൂലിയസ് സീസർ. അതായത് ബെൽജിയത്തിലെ ഒരു കെൽറ്റിക് ജർമ്മൻ ആളുകളാണ്. അവരെ ഓൾമോസ്റ്റ് ആയിട്ട്, ഏകദേശം മിക്കവാറും ആയിട്ട് സീസർ ഉന്മൂലനം ചെയ്തു. എക്സ്റ്റർമിനേറ്റഡ്, ഉന്മൂലനം ചെയ്യുക. അപ്പോൾ ലുക്ക്, ഇൻ ദിസ് പ്ലേസ് റാൻ കാഷ്യസ് ഡാഗർ ത്രൂ. നോക്കൂ, ഈ സ്ഥലത്ത് കാഷ്യസിൻ്റെ കടാര കടന്നുപോയി. സീ വാട്ട് എ റെൻറ്റ് ദ
envious Casca made? അസൂയാലുക്കളായ കാസ്ക എന്ത് വാടകയാണ് നൽകിയതെന്ന് നിങ്ങൾ കാണുക. എൻവിയസ് അസൂയാലുക്കൾ, അസൂയയുള്ള. ത്രൂ ദിസ് ദ വെൽ ബിലൗഡ് ബ്രൂട്ടസ് സ്റ്റാബ്ഡ്. ത്രൂ ദിസ് ദ വെൽ ബിലൗഡ് ബ്രൂട്ടസ് സ്റ്റാബ്ഡ്. ഇതിലൂടെ പ്രിയപ്പെട്ട ബ്രൂട്ടസ് സ്റ്റാബ് ചെയ്തു, കുത്തി. ആൻഡ് ആസ് ഹി പ്ലക്കഡ് ഹിസ് കേഴ്സഡ് സ്റ്റീൽ എവേ. അവൻ തൻ്റെ ശപിക്കപ്പെട്ട ഉരുക്ക് പറിച്ചെടുക്കുമ്പോൾ. മാർക്ക് ഹൗ ദ ബ്ലഡ് ഓഫ് സീസർ ഫോളോഡ് ഇറ്റ്. സീസറിൻ്റെ രക്തം അതിനെ പിന്തുടർന്നത് എങ്ങനെയെന്ന് അടയാളപ്പെടുത്തുക. ആസ് റഷിംഗ് ഔട്ട് ഓഫ് ഡോസ് ടു ബി റിസോൾവ്ഡ്. വാതിലിന് പുറത്തേക്ക് ഓടുന്നത് പോലെ, റഷ് ചെയ്യുന്നത് പോലെ, പായുന്നത് പോലെ. ടു ബി റിസോൾവ്ഡ്, പരിഹരിക്കാൻ. ഇഫ് ബ്രൂട്ടസ് സോ അൺകൈൻഡ്ലി നോക്കഡ്. ബ്രൂട്ടസ് ദയയില്ലാതെ തട്ടിയാൽ, നോക്ക് ചെയ്താൽ. ഓർ നോ, ഇല്ലെങ്കിൽ. ഫോർ ബ്രൂട്ടസ് ആസ് യു നോ വാസ് സീസേഴ്സ് ഏഞ്ചൽ. ബ്രൂട്ടസ് നിങ്ങൾക്കറിയാവുന്നതുപോലെ സീസറിൻ്റെ മാലാഖയായിരുന്നു. ജഡ്ജ് ഓ യു ഗോഡ്സ് ഹൗ ഡിയർലി സീസർ ലവ്ഡ് ഹിം. വിധികർത്താവേ, ദൈവമേ, സീസർ അവനെ എത്രമാത്രം സ്നേഹിച്ചു. ദിസ് വാസ് ദ മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ഓൾ. ഇതായിരുന്നു ഏറ്റവും ദയയില്ലാത്ത മുറിവ്. ഫോർ വെൻ ദ നോബൽ സീസർ സോ ഹിം സ്റ്റാബ്. മാന്യനായ സീസർ തന്നെ ബ്രൂട്ടസ് കുത്തുന്നത് കണ്ടപ്പോൾ. ഇൻഗ്രാറ്റിറ്റ്യൂഡ് മോർ സ്ട്രോങ് ദാൻ ട്രൈറ്റസ് ആംസ്. ഇൻഗ്രാറ്റിറ്റ്യൂഡ്, നന്ദികേട്, അത് രാജ്യദ്രോഹികളുടെ ആയുധങ്ങളെക്കാൾ, അല്ലെങ്കിൽ രാജ്യദ്രോഹികളുടെ കൈകളേക്കാൾ ശക്തമാണ് നന്ദികേട് എന്നത്. ക്വൈറ്റ് വാങ്ക്വിഷ്ഡ് ഹിം. അവനെ തികച്ചും പരാജയപ്പെടുത്തി. വാങ്ക്വിഷ്ഡ്, പരാജയപ്പെടുത്തി. ദെൻ ബേസ്റ്റ് ഹിസ് മൈറ്റി ഹേർട്ട്. എന്നിട്ട് അവൻ്റെ ഹൃദയം ബേസ്റ്റ് ചെയ്തു, പൊട്ടി. മൈറ്റി ഹേർട്ട്, ശക്തമായ ഹൃദയം. ആൻഡ് ഇൻ ഹിസ് മാൻറ്റിൽ മഫ്ലിംഗ് അപ്പ് ഹിസ് ഫേസ്. ഇപ്പോൾ അവൻ്റെ മുഖം അവൻ്റെ മേലങ്കിയാൽ, അവൻ ആ ഒരു ആവരണത്താൽ മഫ്ലിംഗ് ചെയ്യുന്നു. മഫ്ലിംഗ് എന്ന് വെച്ചാൽ പൊതിയുന്നു. ഈവൻ അറ്റ് ദ ബേസ് ഓഫ് പോംപെയ്സ് സ്റ്റാച്യു. പോംപെയുടെ പ്രതിമയുടെ ചുവട്ടിൽ പോലും. വിച്ച് ഓൾ ദ വൈൽ റാൻ ബ്ലഡ്. അപ്പോഴെല്ലാം രക്തം ഒഴുകി. ഗ്രേറ്റ് സീസർ ഫെൽ. മഹാനായ സീസർ വീണു. ഓ വാട്ട് എ ഫാൾ വാസ് ദോ മൈ കൺട്രിമെൻ. എൻ്റെ നാട്ടുകാരെ, അത് എന്തൊരു വീഴ്ചയായിരുന്നു. ദെൻ ഐ, പിന്നെ ഞാൻ. ആൻഡ് യു, നിങ്ങൾ. ആൻഡ് ഓൾ ഓഫ് us ഫെൽ ഡൗൺ. പിന്നെ നമ്മളെല്ലാവരും വീണു, താഴെ വീണു. വിച്ച് ബ്ലഡി ട്രസൻ ഫ്ലറിഷ്ഡ് ഓവർ us. രക്തരൂഷിതമായ രാജ്യദ്രോഹം നമ്മളുടെ മേൽ വളർന്നു വരുന്നു. വിൽസ്റ്റ് അല്ലാട്ടോ, വൈൽസ്റ്റ്. വൈൽസ്റ്റ് വേർഡ് മീനിങ് അതേസമയം. ബ്ലഡി ട്രസൺ, രക്തരൂഷിതമായ. ട്രസൺ, രാജ്യദ്രോഹം. ഫ്ലറിഷ്ഡ്, തഴച്ചു വളർന്നു. ഓ നൗ യു വീപ്പ് ആൻഡ് ഐ പെർസീവ് യു ഫീൽ ദ ഡിൻറ്റ് ഓഫ് പിറ്റി. ഓ ഇപ്പം നിങ്ങൾ കരയുന്നു. ആൻഡ് ഐ പെർസീവ്, ഞാൻ ഗ്രഹിക്കുന്നു. യു ഫീൽ ദ ഡിൻറ്റ് ഓഫ് പിറ്റി, നിങ്ങൾക്ക് സഹതാപത്തിൻ്റെ ഗന്ധം തോന്നുന്നു എന്ന് ഞാൻ ഗ്രഹിക്കുന്നു. ദീസ് ആർ ഗ്രേഷ്യസ് ഡ്രോപ്സ്. ഇത് കൃപയുള്ള തുള്ളികളാണ്. കൈൻഡ് സോൾസ്, ദയയുള്ള ആത്മാക്കൾ. വാട്ട് weep you when you but behold our Caesar's vesture wounded. എന്തേ, നമ്മളുടെ സീസറിൻ്റെ വസ്ത്രം മുറിഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ കരയുകയാണോ? വെസ്റ്റർ, വസ്ത്രം. ലുക്ക് ഹിയർ, ഇവിടെ നോക്കൂ. ഹിയർ ഈസ് ഹിംസെൽഫ്, ഇത് അവൻ തന്നെയാണ്, ഇവിടെ അവൻ തന്നെയാണ്. മാറ്റ് ആസ് യു സീ, നിങ്ങൾ കാണുന്നത് പോലെ കൊല്ലപ്പെട്ടു. വിത്ത് ട്രൈറ്റേഴ്സ്, രാജ്യദ്രോഹികളാൽ. ഫസ്റ്റ് സിറ്റിസൺ, ഓ പിറ്റിയസ് സ്പെക്ടക്കിൾ, ഓ ദയനീയമായ കാഴ്ച. സെക്കൻഡ് സിറ്റിസൺ, ഓ നോബിൾ സീസർ, ഓ മാന്യനായ സീസർ. തേർഡ് സിറ്റിസൺ, ഓ വേർഫുൾ ഡേ, ഓ ദുഷ്ടകരമായ ദിവസം, കഷ്ടമായ ദിവസം, അല്ലെങ്കിൽ ദുഷ്കരമായ ദിവസം. ഫോർത്ത് സിറ്റിസൺ, ഓ ട്രൈറ്റേഴ്സ്, വില്ലൻസ്, ഓ രാജ്യദ്രോഹികൾ, വില്ലന്മാർ. ഫസ്റ്റ് സിറ്റിസൺ, ഓ മോസ്റ്റ് ബ്ലഡി സൈറ്റ്, ഓ ഏറ്റവും രക്തരൂക്ഷിതമായ കാഴ്ച. സെക്കൻഡ് സിറ്റിസൺ, വി വിൽ ബി റിവഞ്ചഡ്, ഞങ്ങൾ പ്രതികാരം ചെയ്യും. റിവഞ്ച്, പ്രതികാരം. ഓൾ, എല്ലാവരും. റിവെഞ്ച്, എബൌട്ട്, സീക്ക്, ബേൺ, ഫയർ, കിൽ, സ്ലേ,
ലെറ്റ് നോട്ട് എ ട്രൈറ്റർ ലൈവ്. അപ്പം എല്ലാവരും കൂടി പറയാണ്, പ്രതികാരം കുറിച്ച് തേടുക, കത്തിക്കുക, തീ, കൊല്ലുക. ഒരു രാജ്യദ്രോഹിയെയും ജീവിക്കാൻ അനുവദിക്കരുത്. ആന്റോണി, സ്റ്റേ കൺട്രിമെൻ, നിൽക്കൂ നാട്ടുകാരെ. ഫസ്റ്റ് സിറ്റിസൺ, പീസ് ദോർ, ഹിയർ ദ നോബിൾ ആന്റോണി, സമാധാനമായിട്ടിരിക്കൂ, ഇവിടെ നോബിൾ മാന്യനായിട്ടുള്ള ആന്റോണി ഇതാ ഇവിടെ. സെക്കൻഡ് സിറ്റിസൺ, വി വിൽ ഹിയർ ഹിം, വി വിൽ ഫോളോ ഹിം, വി വിൽ ഡൈ വിത്ത് ഹിം, ഞങ്ങൾ അവനെ കേൾക്കും, ഞങ്ങൾ അവനെ പിന്തുടരും, ഞങ്ങൾ അവൻ്റെ കൂടെ മരിക്കും. ആന്റോണി, ഗുഡ് ഫ്രണ്ട്സ്, സ്വീറ്റ് ഫ്രണ്ട്സ്, ലെറ്റ് മീ നോട്ട് സ്റ്റിർ യു അപ്പ് ടു സച്ച് എ സഡൻ ഫ്ലഡ് ഓഫ് മ്യൂട്ടിനി. They that have done this deed are honorable. What private griefs they have, alas, I know not, that made them do it. They are wise and honorable, and will, no doubt, with reasons answer you. I come not, friends, to steal away your herds. I am no orator as Brutus is, but, as you know me all, a plain blunt man, that love my friend, and that they know full well, that give me public leave to speak of him. For I have neither wit, nor words, nor worth, action, nor utterance, nor the power of speech, to stir men's blood. I only speak right on. I tell you that which you yourselves do know. Show you sweet Caesar's wounds, poor dumb mouths, and bid them to speak for me. But were I Brutus, and Brutus Antony, there were an Antony, would ruffle up your spirits, and put a tongue in every wound of Caesar that should move the stones of Rome to rise and mutiny. അപ്പോൾ ആന്റോണി പറയാണ്, ഗുഡ് ഫ്രണ്ട്സ്, സ്വീറ്റ് ഫ്രണ്ട്സ്, ലെറ്റ് മീ നോട്ട് സ്റ്റിർ യു അപ്പ് ടു സച്ച് എ സഡൻ ഫ്ലഡ് ഓഫ് മ്യൂട്ടിനി. സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പെട്ടെന്നുള്ള അത്തരം ഒരു കലാപത്തിലേക്ക് ഞാൻ നിങ്ങളെ ഇളക്കി വിടുന്നില്ല. സ്റ്റിർ, ഇളക്കുക, മ്യൂട്ടിനി, കലാപം. ദേ ദാറ്റ് ഹാവ് ഡൺ ദിസ് ഡീഡ് ആർ ഹോണറബിൾ. ഈ പ്രവൃത്തി ചെയ്തവർ മാന്യരാണ്. വാട്ട് പ്രൈവറ്റ് ഗ്രീഫ്സ് ദേ ഹാവ്. എന്ത് സ്വകാര്യ സങ്കടങ്ങളാണ് അവർക്കുള്ളത്. പ്രൈവറ്റ് ഗ്രീഫ്, സ്വകാര്യ സങ്കടങ്ങൾ, ഗ്രീഫ്, സങ്കടം. അല്ലാസ്, ഐ നോ നോട്ട്, കഷ്ടം അല്ലെങ്കിൽ അയ്യോ, ഐ നോ നോട്ട്, എനിക്കറിയില്ല. ദാറ്റ് മെയ്ഡ് ദം ഡു ഇറ്റ്, അത് അവരെ ചെയ്യാൻ പ്രേരിപ്പിച്ചു. ദേ ആർ വൈസ് ആൻഡ് ഹോണറബിൾ, അവർ ജ്ഞാനികളും ബഹുമാന്യരുമാണ്. ആൻഡ് വിൽ, നോ ഡൗട്ട്, വിത്ത് റീസൺസ് ആൻസർ യു, സംശയമില്ല, നിങ്ങൾക്ക് കാരണങ്ങളാൽ ഉത്തരം നൽകും. ഐ കം നോട്ട്, ഫ്രണ്ട്സ്, ടു സ്റ്റീൽ അവേ യുവർ ഹേർട്സ്. ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങൾ മോഷ്ടിക്കാൻ വന്നതല്ല സുഹൃത്തുക്കളെ. ഐ എം നോ ഒറേറ്റർ, ഞാൻ വാഗ്മിയല്ല. ആസ് ബ്രൂട്ടസ് ഈസ്, ബ്രൂട്ടസിനെ പോലെ ഞാൻ വാഗ്മിയല്ല. വാഗ്മി എന്ന് വെച്ചാൽ പ്രസംഗികൻ എന്നും മീനിങ് ഉണ്ട്. അതുപോലെ വാക്ക് വൈഭവം പ്രകടിപ്പിക്കുന്നവർ. അതായത് ചില ആളുകളുണ്ടല്ലോ, പറഞ്ഞു ജയിക്കാൻ കഴിവുള്ള കുറച്ച് ആളുകൾ. അങ്ങനെയുള്ള ബ്രൂട്ടസ് അങ്ങനെ ഒരാളാണ്. ഞാൻ അങ്ങനെയല്ല എന്ന് പറയുന്നത്. ബട്ട് ആസ് യു നോ മീ ഓൾ, പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ, എ പ്ലെയിൻ ബ്ലണ്ട് മാൻ, ഒരു മൂർച്ചയില്ലാത്ത മനുഷ്യൻ. ബ്ലണ്ട് വേർഡ് മീനിങ് മൂർച്ചയാണ്. പ്ലെയിൻ, സമതലം. അപ്പം സമതലം മൂർച്ച എന്ന് പറയുമ്പോൾ മൂർച്ചയില്ലാത്ത. ദാറ്റ് ലവ് മൈ ഫ്രണ്ട്, ആ സ്നേഹം എൻ്റെ സുഹൃത്തെ. ആൻഡ് ദാറ്റ് ദേ നോ ഫുൾ വെൽ, അവർക്ക് നന്നായി അറിയാമെന്നും. ദാറ്റ് ഗേവ് മീ പബ്ലിക് ലീവ് ടു സ്പീക്ക് ഓഫ് ഹിം, അത് അവനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കൊരു പൊതു ഇടം നൽകി. ഫോർ ഐ ഹാവ് നെയ്തർ വിറ്റ്, നോർ വേർഡ്സ്, നോർ വർത്ത്, ആക്ഷൻ, നോർ അട്ടറൻസ്, നോർ ദ പവർ ഓഫ് സ്പീച്ച് ടു സ്റ്റിർ മെൻസ് ബ്ലഡ്. കാരണം എനിക്ക് ബുദ്ധിയോ വാക്കുകളോ മൂല്യമോ പ്രവൃത്തിയോ ഉച്ചാരണമോ സംസാരശേഷിയോ ഇല്ല മനുഷ്യരുടെ രക്തം ഇളക്കി വിടാന്. ഐ ഓൺലി സ്പീക്ക് റൈറ്റ് ഓൺ, ഞാൻ ശരിയായി മാത്രമേ സംസാരിക്കൂ. ഐ ടെൽ യു ദാറ്റ് വിച്ച് യു യുവർ സെൽഫ് ഡു നോ, നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഷോ യു സ്വീറ്റ് സിസേഴ്സ് വൂൺസ്, പുവർ ഡംപ് മൗത്ത്സ്.
മധുരമുള്ള സീസറിൻ്റെ മുറിവുകൾ കാണിക്കൂ അല്ലെങ്കിൽ കാണൂ. പുവർ പുവർ ഡമ്മ, പാവം പാവം ഊമവായകൾ, ഡംബ് ഊമ. ആൻഡ് ബിഡ് ദം ടു സ്പീക്ക് ഫോർ മീ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ബിഡ് വേർഡ് മീനിങ് ലേലം വിളിക്കുക, ആവശ്യപ്പെടുക. ബട്ട് വേർ ഐ ബ്രൂട്ടസ്, പക്ഷേ ഞാൻ ബ്രൂട്ടസ് ആയിരുന്നു. ആൻഡ് ബ്രൂട്ടസ് ആൻറ്റോണി, ദർ വേർ ആൻ ആൻറ്റോണി, ബ്രൂട്ടസ് ആൻറ്റോണി ആയിരുന്നു, അവിടെ ആൻറ്റോണി ഉണ്ട്. വുഡ് റാഫിൾ അപ്പ് യുവർ സ്പിരിറ്റ്സ് ആൻഡ് പുട്ട് എ ടങ് ഇൻ എവറി വൂണ്ട് ഓഫ് സീസർ. വുഡ് റാഫിൾ അപ്പ് യുവർ സ്പിരിറ്റ്സ്, അത് നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തും. റാഫിൾ ഉണർത്തുക. ആൻഡ് പുട്ട് എ ടങ് ഇൻ എവറി വൂണ്ട് ഓഫ് സീസർ, സീസറിൻ്റെ എല്ലാ മുറിവുകളിലും ഒരു ടങ്, ഒരു നാവ് വയ്ക്കും. ദാറ്റ് ഷുഡ് മൂവ് ദ സ്റ്റോൺസ് ഓഫ് റോം ടു റൈസ് ആൻഡ് മ്യൂട്ടിനി, അത് റോമിലെ കല്ലുകളെ ഉയർച്ചയിലേക്കും കലാപത്തിലേക്കും നയിക്കണം. ഓൾ, എല്ലാവരും പറയാണ്, വി വിൽ മ്യൂട്ടിനി, ഞങ്ങൾ കലാപം ചെയ്യും. ഫസ്റ്റ് സിറ്റിസൺ, വി വിൽ ബേൺ ദ ഹൗസ് ഓഫ് ബ്രൂട്ടസ്, ഞങ്ങൾ ബ്രൂട്ടസിൻ്റെ വീട് കത്തിക്കും. തേർഡ് സിറ്റിസൺ, എവേ ദെൻ കം സീക്ക് ദ കോൺസ്പിറേറ്റേഴ്സ്, പിന്നെ വരൂ ഗൂഢാലോചനക്കാരെ കണ്ടെത്തുക. കോൺസ്പിറേറ്റേഴ്സ്, ഗൂഢാലോചനക്കാർ. ആന്റോണി, യെറ്റ് ഹിയർ മീ കൺട്രിമാൻ, യെറ്റ് ഹിയർ മീ സ്പീക്ക്, എങ്കിലും ഞാൻ പറയുന്നത് കേൾക്കൂ നാട്ടുകാരെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഓൾ, പീസ് ഹോ ഹിയർ ആന്റോണി, മോസ്റ്റ് നോബിൾ ആന്റോണി, അവെല്ലാവരും പറയാണ് സമാധാനമായിട്ടിരിക്കും, ഇവിടെ ആന്റോണി ഉണ്ട്, ഏറ്റവും മാന്യനായ ആന്റോണി ഉണ്ട്. അപ്പം ആന്റോണി, വൈ ഫ്രണ്ട്സ് യു ഗോ ടു ഡു യു നോ നോട്ട് വാട്ട്, wherein hath Caesar thus deserved your loves? Alas, you know not. I must tell you then, you have forgot the will I told you of. സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തിനാണ് കാണാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. Wherein hath Caesar thus deserved your loves? എവിടെയാണ് സീസർ നിങ്ങളുടെ സ്നേഹത്തിന് അർഹനായത്? Alas, you know not. I must tell you then. അയ്യോ, നിങ്ങൾക്കറിയില്ല, ഞാനത് നിങ്ങളോട് പറയണം. You have forgot the will I told you of. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന വിൽപത്രത്തെക്കുറിച്ച് നിങ്ങൾ മറന്നുപോയി. All, most true, the will, let's stay and hear the will. അവരെല്ലാവരും പറയാണ്, സത്യമാണ് ആ വിൽപത്രം, നമുക്കിവിടെ നിന്നിട്ട് അത് കേൾക്കാം. ആന്റോണി, here is the will and under Caesar's seal. To every Roman citizen he gives, to every several man 75 drachmas. അപ്പോൾ ഹിയർ ഈസ് ദ വിൽ, ഇതാണ് ആ വിൽപത്രം. ആൻഡ് അണ്ടർ സീസേഴ്സ് സീൽ, സീസറിൻ്റെ മുദ്രയുള്ള സീലാണിത്, വില്ലാണിത്. ടു എവറി റോമൻ സിറ്റിസൺ ഹി ഗീവ്സ്, റോമയിലുള്ള എല്ലാ റോമൻ പൗരന്മാർക്കും അദ്ദേഹം നൽകുന്നു. ടു എവറി സെവറൽ മാൻ, ഓരോ നിരവധി ആളുകൾക്കും. 75 ഡ്രാക്മാസ്. ഡ്രാക്മ എന്ന് വെച്ചാൽ ഗ്രീക്ക് നാണയത്തിൻ്റെ പേരാണ് ഡ്രാക്മ അല്ലെങ്കിൽ ഡ്രാച്മ. 75 ഡ്രാക്മാസ്, 75 ഡ്രാക്മാസ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് സിറ്റിസൺ, മോസ്റ്റ് നോബിൾ സീസർ, വി വിൽ റിവെഞ്ച് ഹിസ് ഡെത്ത്. ഏറ്റവും മാന്യനായ സീസർ, അവൻ്റെ മരണത്തിന് ഞങ്ങൾ പ്രതികാരം ചെയ്യും. തേർഡ് സിറ്റിസൺ, ഓ റോയൽ സീസർ, ഓ രാജകീയ സീസർ. ആന്റോണി, ഹിയർ മീ വിത്ത് പേഷ്യൻസ്, ക്ഷമയോടുകൂടി എന്നെ കേൾക്കൂ. ഓൾ, പീസ് ഹോ, എല്ലാവരും സമാധാനമായിട്ടിരിക്കുക എന്ന് പറയാണ്. ആന്റോണി, മോർ ഓവർ ഹി ഹാഡ് ലെഫ്റ്റ് യു ഓൾ ഹിസ് വാക്സ്, ഹിസ് പ്രൈവറ്റ് ആർബേഴ്സ് ആൻഡ് ന്യൂ പ്ലാന്റഡ് ഓർക്കിഡ്സ്. ഓൺ ദിസ് സൈഡ് ടൈബർ he hath left them you, and to your heirs forever, common pleasures to walk abroad and recreate yourselves. Here was a Caesar, when come such another. മാത്രമല്ല അവൻ്റെ എല്ലാ നടപ്പും നിങ്ങളെ വിട്ട് കളഞ്ഞിരിക്കുന്നു. ഹിസ് പ്രൈവറ്റ് ആർബേഴ്സ് ആൻഡ് ന്യൂ പ്ലാന്റഡ് ഓർക്കിഡ്, അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള ആർബർ എന്ന് വെച്ചാൽ ഗാർഡനിൽ ഒരു ഇരിക്കാനായിട്ടൊരു കൂടാരം പോലെയൊക്കെ ഉണ്ടാക്കി വെക്കുമല്ലോ, അതിനാണ് ആർബർ എന്ന് പറയാം. ആൻഡ് ന്യൂ പ്ലാന്റഡ് ഓർക്കിഡ്സ് അല്ലെങ്കിൽ ഓർച്ചർഡ്സ്, തോട്ടങ്ങൾ, വേർഡ് മീനിങ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ആർബറും ആ ഒരു ഇരിപ്പിടം, ആ ഒരു
ഗാർഡനകത്തുള്ള ആ ഒരു ഇരിപ്പിടം, അതിനെന്താ പറയുക എനിക്കറിയില്ല, മലയാളത്തിൽ എന്താ പറയുക അറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതും പുതിയതായി നട്ടുപിടിപ്പിച്ച തോട്ടങ്ങളും. ഓൺ ദിസ് സൈഡ് ടൈബർ, ഈ സൈഡിലായിട്ട് ടൈബറും, ടൈബർ എന്നുള്ളത് ഒരു നദിയാണ്, ഒരു റിവറാണ്. ഹി ഹാത്ത് ലെഫ്റ്റ് ദം യു, ഇതെല്ലാം അവൻ നിങ്ങൾക്കായി വിട്ടുകളഞ്ഞിട്ടുണ്ട്. ആൻഡ് ടു യുവർ ഹെയർസ് ഫോർ എവർ, നിന്റെ അവകാശികൾക്കുമായി എന്നേക്കുമായിട്ട്. കോമൺ പ്ലഷേഴ്സ്, പൊതു ആനന്ദങ്ങൾ. ടു വാക്ക് അബ്രോഡ്, വിദേശത്തേക്ക് നടക്കാൻ. ആൻഡ് റിക്രിയേറ്റ് യുവർ സെൽസ്, സ്വയം പുനർനിർമ്മിക്കാനും. ഹിയർ വാസ് എ സീസർ, ഇതായിരുന്നു സീസർ. വെൻ കം സച്ച് അനദർ, അത്തരത്തിലുള്ള മറ്റൊരാൾ എപ്പോഴാണ് വരുന്നത്? ഫസ്റ്റ് സിറ്റിസൺ, നെവർ നെവർ കം എവേ എവേ, ഒരിക്കലുമില്ല, വരൂ നമുക്ക് പോകാം. വി വിൽ ബേൺ ഹിസ് ബോഡി ഇൻ ദ ഹോളി പ്ലേസ്, വിശുദ്ധമായ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ ബോഡി നമുക്ക് ബേൺ ചെയ്യാം, കത്തിക്കാം. ആൻഡ് വിത്ത് ദ ബ്രാൻഡ്സ് ഫയർ ദ ട്രൈറ്റേഴ്സ് ഹൗസസ്, രാജ്യദ്രോഹികളുടെ വീടുകൾ തീക്കൊള്ളി കൊണ്ട് ചുട്ടെരിക്കാം. ബ്രാൻഡ്സ് വേർഡ് മീനിങ് തീക്കൊള്ളി, തീക്കൊള്ളികൾ. ടേക്ക് അപ്പ് ദ ബോഡി, ബോഡി എടുക്കുക. സെക്കൻഡ് സിറ്റിസൺ, ഗോ ഫെച്ച് ഫയർ, പോയി തീ കൊണ്ടുവരൂ, ഫെച്ച് കൊണ്ടുവരിക. തേർഡ് സിറ്റിസൺ, പ്ലക്ക് ഡൗൺ ബെഞ്ചസ്, ബെഞ്ചുകൾ പറിച്ചെടുക്കുക. ഫോർത്ത് സിറ്റിസൺ, പ്ലക്ക് ഡൗൺ ഫോംസ് വിൻഡോസ് എനിത്തിങ്, ഫോംസും വിൻഡോസും എല്ലാം പറിച്ചെടുക്കുക. എക്സിയൻറ്റ് സിറ്റിസൺസ് വിത്ത് എ ബോഡി, ആ പൗരന്മാർ ബോഡിയും കൊണ്ട് കൊണ്ടുപോകുന്നു, പുറത്തേക്ക് കൊണ്ടുപോകുന്നു. എക്സിയൻറ്റ് വേർഡ് മീനിങ് പുറത്തു പോകുന്നു. ആന്റോണി, നൗ ലെറ്റ് ഇറ്റ് വർക്ക് മിസ്ചീഫ് ദോ ആർട്ട് അഫോർഡ്, ടേക്ക് ദോ വാട്ട് കോസ് ദോ വിൽറ്റ്, ഇപ്പോൾ അത് പ്രവർത്തിക്കട്ടെ. മിസ്ചീഫ് ദോഷം, ദോ ആർട്ട് അഫോർഡ്, ടേക്ക് ദോ വാട്ട് കോസ് ദോ വിൽറ്റ്, നീ നടക്കുന്നു, നിനക്ക് എന്ത് വിധി എടുക്കണം. എൻറ്റർ എ സെർവൻറ്റ്, ഒരു സെർവൻറ്റ്, ഒരു ജോലിക്കാരൻ അവിടേക്ക് എൻ്റർ ആവുന്ന സീനിലേക്ക് കടന്നു വരുന്നു. ഹൗ നൗ ഫെലോ, ഇപ്പോൾ എങ്ങനെയാണ് സുഹൃത്തെ. സെർവൻറ്റ്, സർ ഒക്ടാവിയസ് ഈസ് ഓൾറെഡി കം ടു റോം. അപ്പോൾ സെർവൻറ്റ് പറയാണ് ഒക്ടാവിയസ് ഓൾറെഡി റോമിൽ എത്തിയിട്ടുണ്ട് എന്ന്. ഈ ഒക്ടാവിയസ് എന്നുള്ളത് സീസറിൻ്റെ, ജൂലിയസ് സീസറിൻ്റെ ഗ്രേറ്റ് നിഫ്യൂ ആണ്. അഗസ്റ്റസ് സീസർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റോമിൻ്റെ ഫസ്റ്റ് എംപററാണ്. ആന്റോണി, വേർ ഇസ് ഹി, അവനെവിടെയാണ്. സെർവൻറ്റ്, ഹീ ആൻഡ് ലെപ്പിഡസ് ആർ അറ്റ് സീസേഴ്സ് ഹൗസ്, അവനും ലെപ്പിഡസും സീസറിൻ്റെ വീട്ടിലാണ്. ഈ ലെപ്പിഡസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് മാർക്കസ് എമിലിയസ് ലെപ്പിഡസ്, അതാണ് മുഴുവൻ പേര്. അദ്ദേഹം ഫോർമർ റോമൻ കൗൺസിലാണ്. പിന്നെ ഫോംഡ് സെക്കൻഡ് ട്രിയംവിറേറ്റ് അലോങ് സൈഡ് ഒക്ടേവിയൻ ആൻഡ് മാർക്ക് ആന്റോണി ഡ്യൂറിങ് ദ ഫൈനൽ ഇയേഴ്സ് ഓഫ് റോമൻ റിപ്പബ്ലിക്. പിന്നെ ഹി ഹാഡ് പ്രീവിയസ്ലി ബീൻ എ ക്ലോസ് അലേ ഓഫ് ജൂലിയസ് സീസർ. അപ്പോൾ ഇവരൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ ലെപ്പിഡസ് എന്ന് പറയുന്നതും. ആന്റോണി, ആൻഡ് തിത്തർ വിൽ ഐ സ്ട്രേറ്റ് ടു വിസിറ്റ് ഹിം. ഹി കംസ് അപ്പോൺ എ വിഷ്. ഫോർച്യൂൺ ഈസ് മെറി ആൻഡ് ഇൻ ദിസ് മൂഡ് വിൽ ഗിവ് അസ് എനിത്തിങ്. അപ്പോൾ ആന്റോണി പറയാണ്, അവിടെ ഞാൻ നേരിട്ട് അവനെ സന്ദർശിക്കും. അവൻ ഒരു ആഗ്രഹത്തിൽ വരുന്നു. ഫോർച്യൂൺ ഈസ് മെറി, ഭാഗ്യം സന്തോഷകരമാണ്, മെറി സന്തോഷം. ആൻഡ് ഇൻ ദിസ് മൂഡ് വിൽ ഗിവ് അസ് എനിത്തിങ്, ഈ ഒരു മൂഡിൽ, ഈ സന്തോഷം എന്നുള്ള ഈ ഒരു മൂഡിൽ നമുക്ക് എന്തും തരും. സെർവൻറ്റ്, I heard him say Brutus and Cassius are read like madmen through the gates of Rome. അവൻ പറയുന്നത് ഞാൻ കേട്ടു, ബ്രൂട്ടസും കാഷ്യസും റോമിൻ്റെ ഗേറ്റ്സിലൂടെ, റോമിൻ്റെ കവാടങ്ങളിലൂടെ രക്ഷപ്പെട്ടു. ലൈക്ക് മാഡ് മെൻ, ഭ്രാന്ത് പിടിച്ച ആളുകളെപ്പോലെ, ഭ്രാന്തന്മാരെ പോലെ. ആന്റോണി, belike they had some notice of the people, how I had moved them, bring me to Octavius. ഞാൻ അവരെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് അവർക്ക് ചില അറിയിപ്പുകൾ ഉണ്ടായിരുന്നത് പോലെ. ബ്രിങ് മീ ടു ഒക്ടാവിയസ്, എന്നെ ഒക്ടാവിയസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. എക്സിയോൻറ്റ്, അവരെ പുറത്തു പോകുന്നു. അപ്പോൾ നെക്സ്റ്റ് ജിസ്റ്റ് ഓഫ് ദ പ്ലേ, ഈ പ്ലേയുടെ, ഈ നാടകത്തിൻ്റെ ജിസ്റ്റ്, സാരം.
For sheer eloquence, for oratory on the grandest scale, Act 3 of Shakespeare's Julius Caesar is hard to match. This particular speech comes sandwiched between Antony's bleeding piece of earth speech and the magnificent Friends, Romans, Countrymen oration. But there are other fine speeches here. In fact, the entire act has this declamatory quality, as though the speakers, being greater than mortal men, spoke a language higher than that of the common tongue. അപ്പോൾ ഫോർ ഷീർ എലോങ്ക്വൻസ്, കേവല വാചാലതയ്ക്ക് വേണ്ടി, ഷീർ കേവലം, എലോങ്ക്വൻസ് വാചാലത. ഫോർ ഒറേറ്ററി ഓൺ ദ ഗ്രാൻഡസ്റ്റ് സ്കെയിൽ, ഏറ്റവും വലിയ തോതിലുള്ള പ്രസംഗത്തിന്, ഒറേറ്ററി പ്രസംഗം. ആക്ട് 3 ഓഫ് ഷേക്സ്പിയേഴ്സ് ജൂലിയസ് സീസർ ഈസ് ഹാർഡ് ടു മാച്ച്. ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ, അതിലെ ആക്ട് 3, അത് പൊരുത്തപ്പെടാൻ, മാച്ച് ആവാൻ കുറച്ച് ഹാർഡാണ്, പ്രയാസമാണ്. ദ പർട്ടിക്കുലർ സ്പീച്ച് കംസ് സാൻഡ്വിച്ചഡ് ബിറ്റ്വീൻ ആന്റണീസ് ബ്ലീഡിംഗ് പീസ് ഓഫ് എർത്ത് സ്പീച്ച് ആൻഡ് ദ മാഗ്നിഫിക്കൻറ്റ് ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ ഒറേഷൻ. ഈ ഒരു സ്പീച്ച് ആന്റോണിയുടെ ബ്ലീഡിംഗ് പീസ് ഓഫ് എർത്ത് എന്നുള്ള സ്പീച്ചിൻ്റെയും ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്നുള്ള ഒറേഷൻ്റെയും, ഒറേഷൻ പ്രഭാഷണം, പ്രസംഗം, അതിൻ്റെയൊക്കെ ഇടയിലുള്ളതാണ് ഈ ഒരു സ്പീച്ച്. മാഗ്നിഫെൻ്റ്, ഗംഭീരമായ. ബട്ട് ദർ ആർ അതർ ഫൈൻ സ്പീച്ചസ് ഹിയർ. പക്ഷേ ഇവിടെ നല്ല സ്പീച്ചസ്, നല്ല പ്രസംഗങ്ങൾ വേറെയുണ്ട്. വാസ്തവത്തിൽ മുഴുവൻ ആക്റ്റിനും ഒരു ഡിക്ലമേറ്ററി ക്വാളിറ്റി ഉണ്ട്, അതായത് ഒരു പ്രഖ്യാപനപരമായിട്ടുള്ള ഒരു ഗുണം. ഇതിലുള്ള സ്പീക്കേഴ്സ് മനുഷ്യരെക്കാൾ വലിയവരായതിനാൽ, അതായത് മനുഷ്യരല്ല എന്നല്ല അതിൻ്റെ മീനിങ്, മനുഷ്യരിൽ തന്നെ ഒരു ഹോണറബിൾ ആയിട്ടുള്ള ഒരു സ്ഥാനം വഹിക്കുന്ന ആൾക്കാരാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അവർ സംസാരിക്കുന്നത് സാധാരണ ഭാഷയേക്കാൾ ഉയർന്ന ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. മോർട്ടൽ മെൻ, മർത്യൻ എന്നാണ്. മോർട്ടൽ, മർത്യൻ. മർത്യൻ എന്ന് വെച്ചാൽ മനുഷ്യൻ തന്നെ. Because it is so swiftly outdone by Antony's Brutus speech at Caesar's funeral is, I feel, somewhat underrated. It is a marvelous speech, starting off with an appeal to reason and order, but ending on an exhortative, almost indignant note, and playing on the Roman people's regard for their civic freedoms. The only flaw in it is that Brutus simply asserts that Caesar was ambitious without ever offering any evidence of this, and it is this weakness that Antony exploits to full advantage in his oration. അപ്പോൾ സീസറിൻ്റെ ഫ്യൂണറലിൽ, സീസറിൻ്റെ ശവസംസ്കാര ചടങ്ങിലെ ആന്റോണിയുടെയും ബ്രൂട്ടസിൻ്റെയും സ്പീച്ച് എന്തായാലും എനിക്ക് തോന്നിയത് അണ്ടർറേറ്റഡ് ആയിട്ടാണ്. അതായത് വില കുറച്ച് കാണിക്കുന്നതായിട്ട്, താഴ്ത്തി പറയുന്നതായിട്ട്. അതൊരു മാർവലസ് ആയിട്ടുള്ള സ്പീച്ചാണ്, അതൊരു മാർവലസ് ആയിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അത്. മാർവലസ്, ആശ്ചര്യം, ആശ്ചര്യപ്പെടുത്തുന്ന. യുക്തിയോടെയും ക്രമത്തോടെയുമുള്ള ഒരു അഭ്യർത്ഥനയോടെ ഇത് ആരംഭിക്കുന്നു. പക്ഷേ ഉദ്ബോധനപരമായ, ഏകദേശം രോഷാകുലമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇത് അവസാനിക്കുന്നു. ആൻഡ് പ്ലേയിങ്, റോമൻ ജനതയുടെ പൗരസ്വാതന്ത്ര്യത്തോടുള്ള ആദരവോടെ അത് പ്ലേ ചെയ്യുന്നു, കളിക്കുന്നു. എക്സ്ഹോട്ടേറ്റീവ് വേർഡ് മീനിങ് ഉദ്ബോധിപ്പിക്കുന്ന. ഇൻഡിഗ്നൻ്റ്, രോഷാകുലമായ. ഇതിലെ ഒരു പോരായ്മ എന്ന് പറയുന്നത് സീസർ ഒരു ആംബിഷ്യസ് ആണ്, ഒരു അത്യാഗ്രഹിയാണ്, അതിമോഹക്കാരനാണ് എന്ന് ബ്രൂട്ടസ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് ഒരു തരത്തിലുള്ള തെളിവും അവിടെ കൊടുക്കാതെയാണ് സീസർ ആംബിഷ്യസ് ആണ് എന്ന് ബ്രൂട്ടസ് പറയുന്നത്. ഈ ഒരു വീക്ക്നെസ്സിനെയാണ്, ഈ ഒരു ദൗർബല്യത്തെയാണ് ആന്റോണി തൻ്റെ പ്രസംഗത്തിൽ ഫുൾ അഡ്വാൻറ്റേജ് എടുത്തിട്ടുള്ളത്. അതിൽ മുഴുവനായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു കാര്യം തന്നെയാണ്.
അസേർട്സ് വേർഡ് മീനിങ് ഉറപ്പിക്കുന്നു. എക്സ്പ്ലോയിറ്റ്സ് ചൂഷണം ചെയ്യുന്നു. Part of the glory of Antony's speech comes from the fact that it must successfully follow this one. Brutus is more than a worthy opponent for Antony to be taking on, and Antony has the incredibly difficult task of changing the mind of a crowd that has been soundly convinced by Brutus' speech before him. Watching him pull that off is like watching a great tennis player come back with a stunning response to an almost impossible smash. ആന്റണിയുടെ പ്രസംഗത്തിൻ്റെ മഹത്തായിട്ടുള്ള വലിയൊരു ഭാഗവും ഇത് വിജയകരമായി പിന്തുടരേണ്ട വസ്തുതയിൽ നിന്നുള്ളതാണ്. ആന്റണിക്ക് ബ്രൂട്ടസ് എന്നത് ഒരു യോഗ്യനായ എതിരാളിയേക്കാൾ കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ ആന്റണിക്ക് അവിശ്വസനീയമായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ട്. കാരണം ആളുകളുടെ അവിടെ കൂടിയിട്ടുള്ള ആളുകളുടെ മനസ്സ് മാറ്റിയെടുക്കുക എന്നുള്ളത് അത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഇൻക്രെഡിബ്ലി അവിശ്വസനീയമായ. ബ്രൂട്ടസ് തൻ്റെ മുമ്പാകെ നടത്തിയ പ്രസംഗത്തിൽ അത് സൗണ്ട്ലി കൺവിൻസ്ഡ് ആയിട്ടുണ്ട്. അത് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരത് വലിച്ചെറിയുന്നത് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന അത് അവതരിപ്പിക്കുന്നത് കാണുന്നത് ഒരു മികച്ച ടെന്നീസ് കളിക്കാരൻ ഏതാണ്ട് അസാധ്യമായ സ്മാഷിന് അതിശയകരമായ പ്രതികരണവുമായി തിരിച്ചെത്തുന്നത് പോലെയാണ്. As someone who is always loved debating and who spent long years in college on the debating circuit, I have always loved this interplay of arguments. It's always represented to me a magnificent and a sublime ideal of what a great debate should be like. This speech and the one that follows it is part of the reason I became a debater. എപ്പോഴും ഡിബേറ്റിംഗ് ഇഷ്ടപ്പെടുകയും, ഡിബേറ്റിംഗ് എന്ന് വെച്ചാൽ ചർച്ച ചെയ്യൽ അല്ലെങ്കിൽ സംവാദത്തിൽ ഏർപ്പെടൽ. അപ്പോൾ ഡിബേറ്റിങ്ങിൽ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിലും വർഷങ്ങളായിട്ട് ഡിബേറ്റിംഗ് സർക്യൂട്ടിൽ ഒരുപാട് കാലം കോളേജിൽ ആയിരുന്ന സമയത്ത് ഒരുപാട് സ്പെൻഡ് ചെയ്ത ഒരാൾ എന്നതിനാലും ഈ വാദപ്രതിവാദങ്ങൾ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഇൻ്റർപ്ലേ ഓഫ് ആർഗ്യുമെൻറ്റ്സ്, വാദപ്രതിവാദങ്ങളുടെ പരസ്പര ബന്ധം. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ്, വാദപ്രതിവാദങ്ങൾ, ഇൻ്റർപ്ലേ, പരസ്പര ബന്ധം. ഇറ്റ്സ് ഓൾവേസ് റെപ്രസെൻറ്റഡ് ടു മീ എ മാഗ്നിഫിക്കൻ്റ് ആൻഡ് സബ്ലൈം ഐഡിയൽ ഓഫ് വാട്ട് എ ഗ്രേറ്റ് ഡിബേറ്റ് ഷുഡ് ബി ലൈക്ക്. മഹത്തായിട്ടുള്ള ഒരു സംവാദം അത് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഗംഭീരവും ഉദാത്തവുമായ ആദർശത്തെ അത് എനിക്ക് എപ്പോഴും പ്രതിനിധീകരിക്കുന്നു. സബ്ലൈം ഐഡിയൽ, ഉദാത്തമായ ആദർശം. ഈ പ്രസംഗവും ഇത് തുടർന്നുള്ള പ്രസംഗവും, അതായത് ഇത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രസംഗവും ഞാനൊരു സംവാദകനായി എന്നതിൻ്റെ ഒരു ഭാഗമാണ്. In Mark Antony's funeral oration for Caesar, we have not only one of Shakespeare's most recognizable opening lines, but one of his finest examples of rhetorical irony at work. The speech could serve as a thematic synopsis to Julius Caesar. Perhaps more than any other of Shakespeare's works, Julius Caesar is a play that hinges upon rhetoric, both as the art of persuasion and an artifice used to veil intent. അപ്പോൾ സീസറിനായുള്ള മാർക്ക് അന്റോണിയുടെ ഫ്യൂണറൽ പ്രസംഗത്തിൽ, ശവസംസ്കാര ചടങ്ങിലെ പ്രസംഗത്തിൽ, ഷേക്സ്പിയറിൻ്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ഒരു ഓപ്പണിംഗ് ലൈൻ മാത്രമല്ല, ജോലിയിലെ വാചാടോപപരമായ വിരോധാഭാസത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്ന് നമുക്കുണ്ട്. റെട്ടോറിക്കൽ അയണി, വാചാടോപപരമായ വിരോധാഭാസം. ഈ പ്രസംഗം ജൂലിയസ് സീസറിന് ഒരു വിഷയസംഗ്രഹമായി വർത്തിക്കും. തീമാറ്റിക് സിനോപ്സിസ്, വിഷയസംഗ്രഹം. ഷേക്സ്പിയറുടെ മറ്റേതൊരു കൃതിയേക്കാളും ജൂലിയസ് സീസർ ഒരു റെട്ടോറിക്കായിട്ടുള്ള, വാചാടോപപരമായിട്ടുള്ള, അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്ലേ ആണ്, ഒരു നാടകമാണ്. ഹിഞ്ച്, വിജാഗിരി എന്നാണ് ശരിക്കും മീനിങ്, ആധാരം, പ്രമാണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. എന്തെന്ന് വെച്ചാൽ ഈ റെറ്റോറിക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിജാഗിരിയുടെ ഒരു
എന്താ പറയുക, അതിൻ്റെ ഒരു ഫങ്ഷൻ എന്നുള്ളത് അതിനെ രണ്ടിനെയും, ഇപ്പോൾ ഡോറാണെങ്കിലും കട്ടിലാണെന്നുണ്ടെങ്കിലും അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അങ്ങനെ ഒരു സാധനമാണല്ലോ വിചാരി. അപ്പോൾ അത് ഇതിനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ് ആണ്. പ്രേരണയുടെ കലയായും ഉദ്ദേശം മറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൃത്രിമത്വമായിട്ടും. പെർസ്വേഷൻ അനുനയിപ്പിക്കുക, പ്രേരണ. ആർട്ടിഫൈസ് കൃത്രിമത്വം. വെയിൽ ഇൻറ്റൻറ്റ്, വെയിൽ മൂടുപടം, ഇൻറ്റൻറ്റ് ഉദ്ദേശം. To be sure, Antony does not have it easy. He is already a man distrusted by the conspirators of his friendship with Caesar. Brutus lets him speak at Caesar's funeral, but only after Brutus, a great orator in his own right, has spoken first to show the reason of our Caesar's death. Brutus makes it clear that Antony may speak whatever good he wishes of Caesar so long as he speaks no ill of the conspirators. But Antony has two advantages over Brutus: his subterfuge and his chance to have the last word. It's safe to say that Antony makes the most of his opportunity. അപ്പം ആന്റോണിക്ക് ഇത് എളുപ്പമല്ല എന്നുള്ളത് ഷുവറാണ്, അത് തീർച്ചയാണ്, ഉറപ്പാണ്. സീസറുമായുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ കോൺസ്പിരേറ്റേഴ്സ്, ഗൂഢാലോചനക്കാർ, ട്രസ്റ്റ് വിശ്വാസം, ഡിസ്ട്രസ്റ്റ് അവിശ്വാസം, കോൺസ്പിരേറ്റേഴ്സ് അവിശ്വസിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. സീസറിൻ്റെ ഫ്യൂണറലിൽ ആന്റോണിയെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ബ്രൂട്ടസ് അവനെ അനുവദിച്ചു. എന്നാൽ നല്ലൊരു പ്രാസംഗികനായിട്ടുള്ള ബ്രൂട്ടസ് ആദ്യം തന്നെ നമ്മുടെ സീസറിൻ്റെ മരണകാരണം കാണിക്കാൻ എന്ന രീതിയിൽ സംസാരിച്ചു. ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ച് മോശമായി സംസാരിക്കാത്തിടത്തോളം കാലം സീസറിനെ കുറിച്ച് ആന്റണിക്ക് എന്ത് നല്ലത് വേണമെങ്കിലും സംസാരിക്കാം എന്ന് ബ്രൂട്ടസ് വ്യക്തമാക്കുന്നു. പക്ഷേ ആന്റോണിക്ക് ബ്രൂട്ടസിനേക്കാൾ 2 അഡ്വാൻറ്റേജസ് കൂടുതലുണ്ട്. അവൻ്റെ കുതന്ത്രവും അവസാന വാക്ക് പറയാനുള്ള അവസരവും. സബ്റ്റർഫ്യൂജ്, കൗശലം, തന്ത്രം, കുതന്ത്രം. കിട്ടിയ അവസരം ആന്റോണി പരമാവധി മുതലാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആന്റോണീസ് പെർഫോമൻസ് ഓൺ ദ ബുള്ളി പുൾപിറ്റ് ഷുഡ് കം ആസ് നോ സർപ്രൈസ്. It is obvious from his Act 3 SCI meeting with the conspirators that he means something different in nearly everything he says. He even subtly mocks the senators with his lines. My credit now stands on such slippery ground that one of 2 bad ways you must concede me, or either a coward or a flatterer. Antony is the picture of disingenuous. Brutus, ignoring the more sensible misgivings of Cassius, takes Antony at his word. We, however, know what's in store when Antony in private utters, "Oh, pardon me, though bleeding piece of earth, that I am meek and gentle with these bitches." അപ്പം പ്രസംഗവേദിയിലെ പൾപ്പിറ്റിലെ ആന്റോണിയുടെ പെർഫോമൻസ്, പ്രകടനം അത്ഭുതപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ ആക്ട് 3 അത് ഒബ്വിയസ് ആണ്, അത് വ്യക്തമാണ്. മീറ്റിംഗ് വിത്ത് ദ കോൺസ്പിരേറ്റേഴ്സ് ദാറ്റ് ഹി നെയിംസ് എക്സെട്ര. കോൺസ്പിരേറ്റേഴ്സുമായിട്ട്, ഗൂഢാലോചനക്കാരുമായിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്നു, ഞാൻ കണ്ടുമുട്ടുന്നു. അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു അർത്ഥമുണ്ട്. സംതിങ് ഡിഫറെൻറ്റ് ഇൻ നിയർലി എവറിത്തിങ് ഹി സേസ്. അതായത് അവൻ പറയുന്ന എല്ലാത്തിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. അദ്ദേഹം തൻ്റെ വരികളിലൂടെ സെനറ്റർമാരെ സൂക്ഷ്മമായി പരിഹസിക്കുന്നു. സബ്റ്റിലി, സൂക്ഷ്മമായി മോക്സ് പരിഹസിക്കുന്നു. എൻ്റെ ക്രെഡിറ്റ് ഇപ്പോൾ ഇത്തരം സ്ലിപ്പറി ആയിട്ടുള്ള നിലത്താണ്, ഇത്തരം വഴുവഴുപ്പുള്ള ഒരു നിലത്താണ് നിൽക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട 2 മോശം വഴികളിലൊന്ന്, ഒന്നുകിൽ എന്നെ ഭീരുവാക്കുക, അല്ലെങ്കിൽ എന്നെ മുഖസ്തുതിക്കാരനാക്കുക. കവാർഡ്, ഭീരു, ഫ്ലാറ്ററർ, മുഖസ്തുതിക്കാരൻ. ആന്റോണി ഒരു ഡിസ്ഇഞ്ചീനിയസിൻ്റെ പിക്ചറാണ്, ഒരു വിവേകശൂന്യതയുടെ ഒരു പിക്ചറാണ്, ചിത്രമാണ്. ബ്രൂട്ടസ് കാഷ്യസിൻ്റെ കൂടുതൽ യുക്തിസഹമായിട്ടുള്ള സംശയങ്ങൾ അവഗണിച്ചു.
അന്റോണിയെ അവന് സംസാരിക്കാനായിട്ട് അനുവദിക്കുന്നു. സെൻസിബിൾ, വിവേകമുള്ള, യുക്തിസഹമായ മിസ്ഗിവിങ്സ്, സംശയങ്ങൾ. എന്നിരുന്നാലും അന്റോണി സ്വകാര്യമായി പറയുമ്പോൾ, ഓ പാർഡൻ മീ, ഓ എന്നോട് ക്ഷമിക്കൂ, ദോ ബ്ലീഡിങ് പീസ് ഓഫ് എർത്ത്, രക്തമൊഴുകുന്ന മണ്ണേ, ഈ കശാപ്പുകാരോട് ഞാൻ സൗമ്യനാണ്. മീക്ക്, ജെന്റിൽ, രണ്ടിൻ്റെ മീനിങ് സൗമ്യം, സൗമ്യത എന്നൊക്കെയാണ്. ബുച്ചേഴ്സ്, കശാപ്പുകാർ. ബ്രൂട്ടസ് ഈസ് ക്ലിയർലി ഓവർമാച്ച്ഡ് അറ്റ് സീസേഴ്സ് ഫ്യൂണറൽ ബോത്ത് ബൈ ആന്റോണീസ് ഡ്യൂപ്ലിസിറ്റി ആൻഡ് ഒറേഷൻ. Brutus gives a recent prose speech that convinces the crowd Caesar had to die. Then, for reasons that remain questionable even taking Navit into account, Brutus not only yields to Antony but leaves the forum altogether. Antony will expend 137 lines of blank verse before he is done, using rhetoric and calculated histrionics to incite the crowd into mob frenzy. All quite masterful for a man who denies any ability to stir men's blood, as he puts it. ആന്റോണിയുടെ ഇരട്ടത്താപ്പും ഇരട്ടത്താപ്പും ഒറേഷൻ പ്രസംഗവും കൊണ്ട് സീസറിന്റെ ശവസംസ്കാര ചടങ്ങിൽ ബ്രൂട്ടസ് വ്യക്തമായും പൊരുത്തപ്പെടുന്നില്ല. സീസർ മരിക്കപ്പെടേണ്ടവനാണ്, അല്ലെങ്കിൽ മരിക്കേണ്ടവനാണ് സീസർ. ഇത് ജനക്കൂട്ടത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രോസ് സ്പീച്ച്, ഗദ്യമായിട്ടുള്ള ഒരു പ്രസംഗം ബ്രൂട്ടസ് നടത്തുന്നുണ്ട്. പിന്നെയും സംശയാസ്പദമായ കാരണങ്ങളാൽ ബ്രൂട്ടസ് ആന്റോണിക്ക് വഴങ്ങുക മാത്രമല്ല, ഫോറം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്തു. അതായത് ആന്റോണി പ്രസംഗം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ബ്രൂട്ടസ് അവിടെ നിന്ന് പോയല്ലോ, ആ കാര്യം. നേവീറ്റ്, നിഷ്കളങ്കൻ. ആ ക്രൗഡിനെ, ആ ജനക്കൂട്ടത്തെ, ആ ആൾക്കൂട്ട ഉന്മാദത്തിലേക്ക് പ്രേരിപ്പിക്കാൻ വാചാടോപവും കണക്കുകൂട്ടിയ ഹിസ്ട്രിയോണിക്സും ഉപയോഗിച്ച് 137 വരികളുള്ള ശൂന്യമായ വാക്യങ്ങൾ ആന്റോണി ചിലവഴിക്കും. അതായത് ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ബ്രൂട്ടസ് ഒരു ഹോണറബിൾ ആയിട്ടുള്ള ആളാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഹിസ്ട്രിയോണിക്സ്, ചരിത്രശാസ്ത്രം. മോബ് ഫ്രൻസി, ആൾക്കൂട്ട ഭ്രാന്ത് എന്ന് വെച്ചാൽ ആൾക്കൂട്ടത്തെ ഒന്നായിട്ട് ഇളക്കി വിടുക. അതന്നെ അവൻ പറയുന്നത് പോലെ മനുഷ്യരുടെ രക്തം ഇളക്കി വിടാനുള്ള ഒരു കഴിവ്, അത് നിഷേധിക്കുന്ന ഒരു മനുഷ്യന് എല്ലാം തികച്ചും വൈദഗ്ധ്യം, മാസ്റ്റർഫുൾ, സമർത്ഥനായ, വൈദഗ്ധ്യമുള്ള എന്നൊക്കെയാണ്. ഡിനൈസ്, നിഷേധിക്കുന്നു. എബിലിറ്റി, കഴിവ്. In the speech that follows, Antony merely sets the table for dissent. He progressively hits upon the notes of ambition and honorable in a cadence that soon calls both terms into question. Antony's prime weapons at the beginning are his conspicuous ambiguity regarding Caesar. If it were so, it was a grievous fault, and yet Brutus says he was ambitious. Rhetorical questions. Did this in Caesar seem ambitious and foreign intent? I speak not to disprove what Brutus speak. തുടർന്നുള്ള സ്പീച്ചിൽ ആന്റോണി ഒരു ഡിസെന്റിനുള്ള, വിയോജിപ്പിനുള്ള ഒരു വേദി ഒരുക്കുക മാത്രമാണ് ചെയ്തത്. ഇവിടെ ടേബിൾ മീനിങ് മേശ എന്നല്ല, അതിനുള്ള ഒരു ഇടം, ഒരു സ്ഥലം, ഒരു വേദി എന്നൊക്കെയാണ്. അംബിഷൻ, അതുപോലെ ബഹുമാനം, ഈ 2 പദങ്ങളും ക്രമേണ ആന്റോണി തൻ്റെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അത് വെറുതെ ഉൾക്കൊള്ളിക്കുകയല്ല ചെയ്യുന്നത്, അത് റിപ്പീറ്റഡ് ആയിട്ട് അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ആന്റോണിയുടെ ആ ഒരു പ്രസംഗം. സീസറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തമായ അവ്യക്തതയാണ് തുടക്കത്തിൽ ആന്റോണിയുടെ വെപ്പൺ, ആയുധം, കോൺസ്പിയസ് പ്രകടമായത്. ആംബിഗ്വിറ്റി, അവ്യക്തത, റിഗാർഡിങ്, സംബന്ധിച്ച്. അതായത് അത് ഏത് ഭാഗമെന്ന് പറയുന്നുണ്ട്. ഇഫ് ഇറ്റ് വാസ് എ ഗ്രീവിയസ് ഫോൾട്ട്, അതങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ്, അങ്ങനെ പറയുന്നുണ്ടല്ലോ. ഒരു തുടക്ക ഭാഗത്താണ്, ആന്റോണിയുടെ പ്രസംഗത്തിൻ്റെ തുടക്ക ഭാഗത്ത്. ആൻഡ് ബ്രൂട്ടസിനെ സംബന്ധിച്ചുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബിഷ്യസ്.
ബ്രൂട്ടസ് ഇനിയും പറയുന്നുണ്ട് ഹി വാസ് അംബീഷ്യസ്, അവൻ അത്യാഗ്രഹിയായിരുന്നു, സീസർ അത്യാഗ്രഹിയായിരുന്നു എന്നുള്ളത് ബ്രൂട്ടസ് ഇനിയും പറയുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണത്. പിന്നെ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്, അതായത് വാചാടോപപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് അത് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് പറഞ്ഞിട്ടങ്ങോട്ട് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അതുപോലെ ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് ആ കേൾക്കുന്നവരുടെ ആളുകളിൽ ഉള്ളിലൊന്ന് കൊള്ളാൻ മാത്രമുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. ഡിഡ് ദിസ് ഇൻ സീസർ സീം ആംബിഷ്യസ്, അതാണ് ഇതൊക്കെയാണോ സീസറിൽ നിങ്ങൾ കണ്ടിട്ടുള്ള അത്യാഗ്രഹം. ആൻഡ് ഫെയിൻഡ് ഇൻറ്റൻറ്റ്, കപടമായ ഉദ്ദേശം. ഐ സ്പീക്ക് നോട്ട് ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് പോ, ഈ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ഞാൻ സംസാരിക്കുന്നത് ബ്രൂട്ടസ് പറഞ്ഞതിനെ ഖണ്ഡിക്കാനല്ല, ബ്രൂട്ടസ് പറഞ്ഞതിനെ വിയോജിക്കാനല്ല ഞാൻ ഈ സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ, അത് കപടമായിട്ടുള്ളൊരു ഉദ്ദേശമാണ്. മോർ ചില്ലിങ് ഹൗവർ ഈസ് ആന്റോണീസ് cynical epilogue to the funeral speech as the mob departs. Now let it work, mischief thou art afoot, or take thou what course thou wilt. As Antony exemplifies, the art of persuasion is not far removed in Julius Caesar from the craft of manipulation. എന്നിരുന്നാലും ജനക്കൂട്ടം പിരിഞ്ഞു പോയപ്പോൾ ആ ഫ്യൂണറൽ സ്പീച്ചിനോടുള്ള അന്റോണിയോയുടെ അപകീർത്തികരമായിട്ടുള്ള ഉപസംഹാരമാണ് കൂടുതൽ ചില്ലിങ് ആയത്. സിനിക്കൽ നിന്ദ്യമായ അല്ലെങ്കിൽ അപകീർത്തികരമായിട്ടുള്ള എപ്പിലോഗ് ഉപസംഹാരം, മോബ് ജനക്കൂട്ടം. ലാസ്റ്റിൽ ആളുകളൊക്കെ പോകുന്ന സമയത്ത് ആന്റോണി പറയുന്ന കാര്യമാണ് അത്. നൗ ലെറ്റ് ഇറ്റ് വർക്ക്, അതിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്, അതിപ്പോൾ പ്രവർത്തിക്കാൻ അനുവദിക്കണം, അത് എന്തിനു പോകുന്നു, അത് അതിനെ എടുക്കട്ടെ, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ. ആന്റോണി ഉദാഹരിക്കുന്നത് പോലെ ജൂലിയസ് സീസറിൽ കൃത്രിമത്വത്തിൻ്റെ ക്രാഫ്റ്റിൽ നിന്ന് പ്രേരണയുടെ കല അകന്നിട്ടില്ല. പെർsuasion അനുനയിപ്പിക്കൽ, പ്രേരിപ്പിക്കൽ, മാനിപ്പുലേഷൻ കൃത്രിമത്വം. ഇനി റീക്യാപ്പാണ്. ബ്രൂട്ടസ് ഗിവ്സ് കൺവിൻസിങ് റീസൺസ് ടു ദ പബ്ലിക് റിഗാർഡിംഗ് സീസേഴ്സ് അസാസിനേഷൻ. സീസറിൻ്റെ അസാസിനേഷനെ കുറിച്ച്, കൊലപാതകത്തെക്കുറിച്ച് ബ്രൂട്ടസ് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള കാരണങ്ങൾ നൽകുന്നു. ദ പീപ്പിൾ ആർ റെഡി ടു ക്രൗൺ ഹിം ആസ് എ നെക്സ്റ്റ് സീസർ. ആളുകൾ ബ്രൂട്ടസിനെ അടുത്ത സീസറായിട്ട് കിരീടം ചൂടിക്കാൻ അവർ റെഡിയാവുന്നു, അവർ തയ്യാറാവുന്നു. മാർക്ക് ആന്റോണി ഇൻ ഹിസ് സ്പീച്ച് ബൈ സെയിങ് ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മാൻ പ്രൂവ്സ് ദ ഡിസ്ഹോണസ്റ്റി ഓഫ് ബ്രൂട്ടസ്. മാർക്ക് ആന്റോണി തൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ബ്രൂട്ടസ് ഇസ് ആൻ ഹോണറബിൾ മാൻ, ബ്രൂട്ടസ് ഒരു ബഹുമാന്യനായ വ്യക്തിയാണ് എന്ന് ഇടയ്ക്കിടെ പറയുന്നത് അത് ബ്രൂട്ടസിൻ്റെ ഡിസ്ഹോണസ്റ്റിയെ പ്രൂവ് ചെയ്തു. ഡിസ്ഹോണസ്റ്റി സത്യസന്ധതയില്ലായ്മ. നെക്സ്റ്റ് റൈറ്റിംഗ് ആക്ടിവിറ്റീസ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ലീഡർ. ഫ്രീ റൈറ്റിംഗ് ഇൻ ദ ടോപ്പിക് ഓഫ് ലീഡർഷിപ്പ്. ടൈം യുവർ സെൽഫ് ഫോർ 3 minutes. Brainstorm a list of characteristics that you look for in a good leader. Try not to censor yourself. Put down any ideas that come to your mind. After the time expires, rank them according to what you feel are the 5 most important qualities. Does Brutus, Antony, or Caesar display these qualities? Think of someone you know well in your family or community who displays these qualities and free write for 3 minutes about this person using one of these forms: a poem, a letter, a song, lyric. In small groups, share your writing with your classmates. അത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗുഡ് ലീഡറിന് വേണ്ടിയ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എഴുതുക, നമ്മൾ തിരഞ്ഞെടുക്കാൻ, നമുക്ക് തോന്നുന്നത് എന്താണ് എന്നുള്ളത് നമ്മളോട് എഴുതാൻ. അത് നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് നമ്മളെ സെൻസർ ചെയ്യുക. പിന്നെ പറയുന്നത് ബ്രൂട്ടസ്, ആന്റോണി, സീസർ ഇവരിൽ ഈ ക്വാളിറ്റീസ് കാണിക്കുന്നുണ്ടോ എന്ന്. പിന്നെ ഈ ക്വാളിറ്റീസ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരുടെയെങ്കിലും ഒക്കെ കാണിക്കുന്നുണ്ടോ? അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഒരു പോയം അല്ലെങ്കിൽ ഒരു ലെറ്റർ അല്ലെങ്കിൽ സോങ് ലിറിക്സിൻ്റെ രൂപത്തിൽ അത് എഴുതാൻ, പിന്നെ ഗ്രൂപ്പിലായിട്ട് അത് ഷെയർ ചെയ്യാനും. അതൊരു ആക്ടിവിറ്റിയാണ്.
നെക്സ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസ്. എസ്സേ. ഗിവ് ഡീറ്റെയിൽ അക്കൗണ്ട് ഓഫ് ബ്രൂട്ടസ് സ്പീച്ച് അറ്റ് സീസേഴ്സ് ഫ്യൂണറൽ. ബ്രൂട്ടസിൻ്റെ സ്പീച്ച് എന്താണ് എന്നുള്ളത് അതിൻ്റെ ഒരു ബ്രീഫ് അക്കൗണ്ട് കൊടുക്കാൻ. 2. What impact did Antony's speech hand on the layman? layman വേർഡ് മീനിങ് സാധാരണക്കാർ. അപ്പോൾ ആൻ്റോണിയുടെ സ്പീച്ച് ആ സാധാരണക്കാർ ആ ജനങ്ങൾക്ക് എന്ത് ഇമ്പാക്റ്റാണ് കൊടുത്തത്? ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ സ്വാധീനം. നെക്സ്റ്റ് പാരഗ്രാഫ്. ബ്രൂട്ടസ് ഇസ് ആൻ ഹോണറബിൾ മാൻ. ജസ്റ്റിഫൈ. ഇത് ആൻ്റോണിയുടെ സ്പീച്ചിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ബ്രൂട്ടസ് ഇസ് ആൻ ഹോണറബിൾ മാൻ. ബ്രൂട്ടസ് ഒരു ബഹുമാന്യനായ വ്യക്തിയാണ്. ജസ്റ്റിഫൈ, ന്യായീകരിക്കുക. ഇതോടെ ലെസൺഡ് യൂണിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. ഇംഗ്ലീഷിലുള്ള ഇനി ഒരു യൂണിറ്റും കൂടിയാണ് ബാക്കിയുള്ളത്. അത് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസിൽ ഗ്രാമർ പാർട്ടാണത്. അപ്പോൾ ആ ഒരു ഗ്രാമർ പാർട്ടും അതുപോലെ ചില ഗ്രാമർ പാർട്ടുകൾ ചില പാഠഭാഗത്തിൽ കുറച്ച് വിട്ടിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഒഴിച്ച് ബാക്കി 4 യൂണിറ്റുകളും ഇപ്പോൾ ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞു. ഇംഗ്ലീഷിലെ എല്ലാ ലെസൺസും എക്സ്പ്ലെയിൻ ചെയ്തത് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ഇതുവരെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.